എനിക്ക് തോന്നുന്നത് വളരെ നല്ലൊരു എന്താ പറയുക, നമ്മൾ പലരെ ഇൻസ്പയർ ചെയ്തൊരു സെഷൻ കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ പല യങ് ഓണ്ടർപ്രണേഴ്സിന് നല്ലൊരു സ്പാർക്ക് തരുന്ന ഒരു സെഷൻ കഴിഞ്ഞതിന് ശേഷം എനിക്ക് തോന്നുന്നു അതിന് ഒന്നുകൂടി ഒരു പോളിഷ് നൽകാൻ, അല്ലെങ്കിൽ ആ ഫയറിന് ഒന്നും കൂടി ആളി കത്തിക്കാൻ പറ്റിയ നല്ലൊരു പാനലിസ്റ്റാണ് നമ്മളോട് ജോയിൻ ചെയ്യുന്നത്. കാരണം സ്കെയിലപ്പ് എന്ന എന്താ പറയുക, ഈ സ്കെയിലപ്പ് എന്ന ഫോമിന് വേണ്ടി അല്ലെങ്കിൽ ഈ ഒരു വെഞ്ചറിൽ ഏറ്റവും കൂടുതൽ കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന അല്ലെങ്കിൽ അതിനൊന്നും ഗൈഡായി നിൽക്കുന്ന ഒരു എന്തൂസിയാസ്റ്റിക് പാനലാണ് നമ്മുടെ കൂടെ ഇന്നുള്ളത്. BP നാസർ സർ ഇൻട്രൊഡ്യൂസ് ചെയ്തതുപോലെ ഫ്രണ്ട് ലൈൻ ലോജിസ്റ്റിക്സിൻ്റെ ഫൗണ്ടറാണ്. എനിക്ക് തോന്നുന്നത് ഞാൻ ജസ്റ്റ് ഇതിന് മുൻപേ സാറുമായിട്ട് ഇൻട്രാക്ട് ചെയ്തപ്പോൾ എനിക്ക് തോന്നുന്നത് വേൾഡ് വൈഡ് ഒട്ടുമിക്ക രാജ്യങ്ങളിലും സാറിൻ്റെ ഗ്രൂപ്പ് ഉണ്ട് അല്ലേ, ലോജിസ്റ്റിക്സിൽ ഏറ്റവും കൂടുതൽ നല്ല രീതിയിൽ നിൽക്കുന്നൊരു ഒരിക്കലും നമുക്ക് തന്നെ അഭിമാനിക്കാൻ പറ്റുന്നൊരു വ്യക്തിയാണ്. അപ്പോൾ ഐ വുഡ് ലൈക്ക് ടു ഇൻട്രൊഡ്യൂസ് യു സാറിൻ്റെ ഫേമിനെ കുറിച്ച് ഒന്ന് പറയാൻ പറ്റുമോ? ഫസ്റ്റ് ഓഫ് ഓൾ താങ്ക് യു ഫോർ ഹാവിങ് മീ ഹിയർ. നമസ്കാരം, അസ്സലാമു അലൈക്കും. ഞാൻ സത്യം പറഞ്ഞാൽ മലപ്പുറം ജില്ലയിലെ എരമംഗലം ഒരു ചെറിയ ഗ്രാമമാണ്. ഞങ്ങൾ ആദ്യമായി തുടങ്ങിയത് കുവൈറ്റിലാണ്. ഞാനും എൻ്റെ ബ്രദറിലോ അതുപോലെ തന്നെ എൻ്റെ കസിൻ ബ്രദർ, ഞങ്ങൾ 3 പേരുള്ളൊരു ചെറിയ ഫേമാണ്. ഇന്ന് ഞങ്ങൾ ഏകദേശം 12 രാജ്യങ്ങളിലായി ഒരു 500ഓളം ആളുകൾ വിദേശത്തും GCC കൺട്രീസിലാണ് മെയിൻ. അതുപോലെ തന്നെ പോളണ്ട്, യുക്രൈൻ അവിടെല്ലാം ഉണ്ട്. അതുപോലെ തന്നെ നാട്ടിലും ഒരു BPO നമ്മൾ ബാംഗ്ലൂരും ചെന്നൈയിലും നിങ്ങൾ ഹൈദരാബാദിലൊക്കെ കാണുന്ന പോലെ ഒരു ചെറിയൊരു ബാക്ക് ആൻഡ് ഓഫീസ് ഞങ്ങൾ പറയാറ്. അതിൻ്റെ BPO നമ്മൾ ബാംഗ്ലൂരൊക്കെ കാണുന്ന BPO നമ്മുടെ നാട്ടിൽ ഞങ്ങളെ ഗ്രാമത്തിലുണ്ട്. അവിടെ ഏകദേശം ഒരു 120ഓളം 150ഓളം ആളുകൾ ഇപ്പോൾ അതിൽ ജോലി ചെയ്യുന്നുണ്ട്. അപ്പോൾ അതൊരു ലോജിസ്റ്റിക്സാണ് ഞങ്ങൾ ചെയ്യുന്നത്. ഷിപ്പിംഗ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നതാണ്. നിങ്ങളിപ്പോൾ ഈ ആമസോണിലായാലും ഫ്ലിപ്കാർട്ടിലായാലും നിങ്ങൾക്കിപ്പോൾ വീട്ടിൽ ഓരോ സാധനങ്ങളും വരുന്നതും ഒക്കെ ഒരു ലോജിസ്റ്റിക് ആക്ടിവിറ്റിയാണ്. എന്താ വെച്ചാൽ അത് അവർ അവിടുന്ന് ഷിപ്പ് ചെയ്യുന്നതും ഒക്കെ നമ്മൾ ഷിപ്പിങ്ങിലും നമ്മൾ കണ്ടെയ്നേഴ്സിലൊക്കെ വന്ന് വെയർ ഹൗസിൽ വന്ന് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നതൊക്കെ ലോജിസ്റ്റിക് ആക്ടിവിറ്റിയാണ്. അപ്പോൾ ഞങ്ങൾ 3 പേര് വെച്ച് തുടങ്ങിയതാണ് കുവൈറ്റിൽ. ഇപ്പോൾ ഞങ്ങൾക്ക് ഇറാഖ് ഇപ്പോൾ പ്രത്യേകിച്ച് ഞങ്ങളൊരു സ്പെഷ്യാലിറ്റി എന്ന് പറഞ്ഞാൽ വാർ സോൺസാണ്. ഞങ്ങൾ കൂടുതലും ഈ വാർ സോൺസിൽ യുണൈറ്റഡ് നേഷൻസിൻ്റെ ലോജിസ്റ്റിക്സ് നമ്മൾ എല്ലായിടത്തും ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് നമുക്ക് യുക്രൈനിൽ ഓഫീസുണ്ട്, പോളണ്ടിലുണ്ട്, അതുപോലെ അഫ്ഗാനിസ്ഥാനിലുണ്ടായിരുന്നു, ഇറാഖിലുണ്ട്. ഇവിടെ എല്ലാം നമ്മൾ യുണൈറ്റഡ് നേഷൻസിൻ്റെ UNICEF, WFP, ഇപ്പോൾ ട്രംപിൻ്റെ ഇതിൽ കേൾക്കുന്ന USAID, അങ്ങനത്തെ എല്ലാ UN ബോഡീസ് ആയിട്ടുള്ള ആൾക്കാരെ കൂടെ വർക്കൊക്കെ ചെയ്യുന്നതാണ്. അപ്പോൾ ഞങ്ങൾ അത് ഒരു ചെറിയൊരു ഇതായി തുടങ്ങി. ഇപ്പോൾ കുഴപ്പമില്ലാത്ത രീതിയിൽ പോകുന്നു. അതുപോലെ തന്നെ ഞങ്ങൾക്ക് ഒരു അക്കാഡമി ഉണ്ട്, ഫ്രണ്ട് ലൈൻ അക്കാഡമി ഓഫ് ലോജിസ്റ്റിക്സ്. അത് നമുക്ക് എരമംഗലം എന്നതിൻ്റെ ഗ്രാമത്തിൽ നിന്നാണ് ആദ്യം നമ്മൾ തുടങ്ങിയത്. പിന്നെ രണ്ടാമത് തുടങ്ങിയത് കോഴിക്കോട് പെരിന്തൽമണ്ണയിലുമുണ്ട്. പെരിന്തൽമണ്ണയിലും ഇപ്പോൾ അതിലുണ്ട്. അത് ഞങ്ങൾക്ക് ലോജിസ്റ്റിക്സ് നടത്തുന്നത് ഞങ്ങൾ തന്നെ ലോജിസ്റ്റിക്സ് പഠിപ്പിക്കുന്ന ഒരു ഫേമാണ്. നമ്മൾക്ക് തന്നെ ആളുകളെ കിട്ടാൻ വേണ്ടി ഞങ്ങൾ തുടങ്ങിയതാണ്. പക്ഷേ ഞങ്ങൾ വിചാരിച്ചതിനെക്കാട്ടിയും കൂടുതൽ ആളുകൾ പഠിക്കാൻ കുട്ടികൾ വന്നു. ഇപ്പോൾ അത് 3 ബ്രാഞ്ചസ് ഉണ്ട്. ഇനി അതിൻ്റെ ഒരു എക്സ്പാൻഷൻ വേറെയുള്ള രാജ്യങ്ങളോട്ട്, ഇപ്പോൾ ശ്രീലങ്ക, ഫിലിപ്പീൻസ്, അതുപോലെ തന്നെ സോമാലിലാൻഡ് എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട്. സോമാലിയ എന്ന ഒരു സ്വയംഭരണ പ്രദേശമാണ്. അപ്പോൾ അങ്ങനെ കുറേ സ്ഥലങ്ങളിലോട്ടും കൂടി ഡൈവേഴ്സിങ് സ്ഥലത്തോട്ട് നമ്മൾ ഇതാവുകയാണ്. അപ്പോൾ അതാണ് ഞങ്ങളൊരു ചെറിയൊരു ബാക്ക്ഗ്രൗണ്ട്. ദാറ്റ്സ് ഇറ്റ്. ഓക്കെ, അടുത്ത് നമ്മുടെ കൂടെ ജോയിൻ ചെയ്തിരിക്കുന്നത് അബ്ദുള്ള സാറാണ്. ഹീസ് പ്രാക്ടീസിങ് ഡോക്ടറാണ്. അതുപോലെ തന്നെ ഒരു വലിയ സ്റ്റാർട്ടപ്സ് തുടങ്ങി നമുക്ക് പലർക്കും പല സ്റ്റാർട്ടപ്പ് യങ് ഓണ്ടർപ്രണേഴ്സിനും ഗൈഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തി കൂടിയാണ്. അപ്പോൾ സാറിനെ കുറിച്ച് 2 വാക്ക്. Many thanks for inviting me for this talk. Thank Nadeem, CEO, and other people who is behind this occasion. ഞാൻ ഓർത്തോപെഡിക് സർജനാണ്. ഐ ആം നോട്ട് എ ഹെഡ് ഓഫ് ട്രോമ, വിച്ച് അവർ മെൻഷൻ ചെയ്യുമല്ല. ഞാൻ ആർത്തോസ്കോപ്പിക് സർജനാണ്, സ്പോർട്സ് സർജനാണ്. ബേസിക്കലി ഐ ഡു ഷോൾഡർ ആൻഡ് നീ ആർത്തോസ്കോപ്പിക്സ്, അതായത് കീ ഹോൾ സർജറീസാണ് ഞാൻ ചെയ്യുന്നത്. സോ ഐ വർക്ക് ഇൻ കിംസ് അൽഷിഫ ഹോസ്പിറ്റൽ. ഇവിടെ ഞങ്ങൾ വർക്ക് ചെയ്യുന്ന ഇടയിൽ വെച്ചിട്ട് ഐ ഫീൽ ഐ ഹാഡ് ടു ഡു സംതിങ് മോർ. ദ ഇൻസ്പിറേഷൻ ഐ ഗോട്ട് എങ്ങനെ കിട്ടിയെന്ന് വെച്ച് കഴിഞ്ഞാൽ, എനിക്കെൻ്റെ മദ്രാസിൽ എൻ്റെ മൈ ചീഫ് വാസ് സോ ഹി വാസ് എ വൈസ് ചാൻസലർ ഓഫ് ദാറ്റ് യൂണിവേഴ്സിറ്റി ആൻഡ് ഹി യൂസ് ടു ഡു സർജറീസ്. അങ്ങനെ സർജറി ചെയ്യുന്നതിൻ്റെ ഇടയിൽ പോയിട്ട് വൈസ് ചാൻസലർ പണി എടുക്കും. അങ്ങനെ ഹി യൂസ് ടു ടെൽ മീ, Khalil, if you want to become a great person, you just have to stick on one thing. You have to do a lot of multiple things എന്നുള്ളതാണ് അതിൻ്റെ മൂപ്പരുടെ ഉപദേശം. സോ ഇൻ 2015 ആസ് എ ഡോക്ടർ എനിക്ക് ഒറ്റയടിക്ക് ഒരു ബിസിനസ് തുടങ്ങാനോ അല്ലെങ്കിൽ ബിസിനസ് ചെയ്യാനോ കഴിയില്ലാത്തൊരു മനുഷ്യനാണല്ലോ, അറിയില്ല. ഡോക്ടർ ഈസ് ടോട്ടലി ഇൻ ടു ദ സയൻസ് ആൻഡ് നോ അക്കൗണ്ട്സ്, നോ HR, നോ നെഗോഷിയേഷൻസ്, നത്തിങ്. ഇത് ഒരു ഡോക്ടർ ഫീൽഡ് തന്നെ ടോട്ടലി അങ്ങനെയാണ്, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നതാണ്. സോ
ഞാൻ മാറ്റ് എക്സാം എഴുതി, മാറ്റ് എന്നുള്ള എക്സാം എഴുതി ഞാൻ IIM എക്സിക്യൂട്ടീവ് പോസ്റ്റ് ഗ്രാജുവേഷൻ ചെയ്തു. സോ ആ എക്സിക്യൂട്ടീവ് പോസ്റ്റ് ഗ്രാജുവേഷൻ ചെയ്തതിന് ശേഷമാണ് I got the inspiration how to start businesses. So now I started almost 2-3 businesses, other business. One of the businesses like in Malappuram itself, totally different ആണ്. So MBA നമ്മൾ പഠിക്കുന്ന ഫസ്റ്റ് പാടാണല്ലോ, നമുക്ക് ഒരു മൈനിങ് ഫീൽഡ് മര്യാദയ്ക്ക് മാനേജ് ചെയ്യാൻ പറ്റിയെങ്കിൽ യു ക്യാൻ ഈവൻ റൺ ദ ബെസ്റ്റ് ഹെൽത്ത് കെയർ സിസ്റ്റംസ് അല്ല ഹോസ്പിറ്റൽസ് എന്നാണ് പറയാം. സോ ഹൗ ടു മാനേജ് തിങ്സ് എന്നുള്ള ബേസിക് ഐഡിയാസ് നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ യു ക്യാൻ റൺ എ ഷോ. സോ വാട്ട് ഐ ഡിഡ് ഇസ് ലൈക്ക് എനിക്ക് ഒരു മലപ്പുറത്ത് ഒരു മാനുഫാക്ചറിങ് ഫീൽഡിലാണ്, ഞാൻ സർവീസ് സെക്ടറിൽ നിന്ന് വരികയാണ്. ഐ ആം ടോട്ടലി ഡൈവേർട്ട് മൈ തിങ്സ് ഇൻ ടു manufacturing things. I manufacture the activated carbon. It is like used for like gold and water purification. So and it usually exports to African nations, Dubai, France, Belgium and all. അങ്ങനെ രാജ്യത്തിന് പോകുന്ന സാധനം. So it is always, you know, to think above your field and think different. ഫുൾ ടൈം ഒരു സാധനം ചെയ്യുന്നതിൻ്റെ ഇടയിൽ വെച്ചിട്ട് യു ഹാവ് മോർ ടൈം ഫോർ യുവർ ഫാമിലി ആൻഡ് മോർ ടൈം ഫോർ യുവർ ദിസ് തിങ് ബിസിനസ് ആൻഡ് ഹാവ് എ ഹാപ്പി വേ ഓഫ് തിങ് ലൈക്ക് ഇറ്റ്സ് യുവർ ഇൻട്രസ്റ്റ് ലൈക്ക് ദാറ്റ്. താങ്ക് യു. ഓക്കെ, താങ്ക് യു. അടുത്തതായിട്ട് നമ്മൾ കൂടെ ഉള്ളത് സെവി സാറാണ്, സോറി നിസർ സാറാണ്, ക്യാമ്പസ് വേൾഡിൻ്റെ CEO ആണ്. അപ്പം ഞാൻ ഇതിനു മുമ്പേ സാറുമായിട്ട് സംസാരിച്ചപ്പോൾ ഞാൻ ചോദിച്ചു എന്താണ് സാറിൻ്റെ ഐഡിയ, എന്താണ് ക്യാമ്പസ് വേൾഡ് ചെയ്യുന്നതെന്ന് ചോദിച്ചപ്പോൾ നമ്മൾ പലരും ഇന്ന് യൂത്ത് പലരും അബ്രോഡ് എഡ്യൂക്കേഷൻ അല്ലെങ്കിൽ പുറത്തേക്ക് നമ്മുടെ വെസ്റ്റേൺ കൺട്രീസിലേക്കൊക്കെ പഠിക്കണമെന്ന് ആഗ്രഹിച്ച് പലരും പോകുന്നുണ്ട്. പക്ഷേ നമുക്കൊരു 3 year 4 year കോഴ്സ് എടുക്കാൻ ഒരു 4 വർഷം അവിടെ നിൽക്കാനുള്ള കപ്പാസിറ്റി അല്ലെങ്കിൽ വലിയൊരു എക്സ്പെൻസീവ് ആവുന്നൊരു സംഗതിയാണ് പലപ്പോഴും. സാറിൻ്റെ ഒരു ഐഡിയയിൽ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം നമുക്ക് ഇവിടെ നിന്നുകൊണ്ട് അവരുടെ വിവിധ രാജ്യങ്ങളിൽ അവർക്ക് ഓൺ ക്യാമ്പസുകളുണ്ട്. അപ്പോൾ അവിടെ നിന്നുകൊണ്ട് നമുക്ക് അവരുമായിട്ട് പെർട്ടിക്കുലർ യൂണിവേഴ്സിറ്റീസ് അഫിലിയേറ്റഡ് ആണ്. അപ്പോൾ അവരുടെ എഡ്യൂക്കേഷൻ ആ ഒരു ക്വാളിറ്റിയിൽ ഒരു ചെറിയ എമൗണ്ടിൽ അല്ലെങ്കിൽ മിനിമം എമൗണ്ടിൽ നമുക്ക് പല പല രാജ്യങ്ങളിലായി പഠിക്കാനുള്ള ഓപ്പർച്യൂണിറ്റി തരുന്നതാണ്. അപ്പോൾ സാർ എന്താണ് സാറിൻ്റെ ഈ ഒരു ഐഡിയ? ഹായ്, അസ്സലാമു അലൈക്കും, ഗുഡ് ഈവനിങ്. എൻ്റെ പേര് നിസാർ, ഞാൻ ഗ്ലോബൽ CEO ആണ് ക്യാമ്പസ് വേൾഡ് എന്ന്. ബേസിക്കലി ഒരു ഹയർ എഡ്യൂക്കേഷൻ്റെ ഒരു ന്യൂ എക്കോ സിസ്റ്റം ബിൽഡ് ചെയ്യുക എന്നുള്ളൊരു കൺസെപ്റ്റിലാണ് ഇപ്പോൾ ഈ പ്രൊജക്റ്റ് ഉള്ളത്. ഫസ്റ്റ് ഓഫ് ഓൾ ഐ വുഡ് ലൈക്ക് ടു താങ്ക് ദ സ്കെയിൽ അപ്പ് ടീം ഫോർ ഗിവിംഗ് ദ ഓപ്പർച്യൂണിറ്റി ടു ബി ഹിയർ. ഞങ്ങൾ ബേസിക്കലി ബാക്ക്ഗ്രൗണ്ട് ലൈക്ക് ഐ എം അസോസിയേറ്റഡ് ടു എ ബ്രിട്ടീഷ് യൂണിവേഴ്സിറ്റി കോൾഡ് ബക്കിംഗ്ഹാംഷെയർ യൂണിവേഴ്സിറ്റി ഫ്രം യുണൈറ്റഡ് കിങ്ഡം. ലൈക്ക് മോർ ദാൻ 14-15 years. നമുക്കൊരു ക്രോംബെൽ UK എന്ന് പറഞ്ഞാൽ എനിക്കൊരു ബ്രാൻഡുണ്ട്, അത് ദുബായിലാണ് ഓപ്പറേറ്റ് ചെയ്യുന്നത്, UAE ഒരു ക്യാമ്പസായിട്ട്. ഇപ്പം വെരി റീസെൻ്റ്ലി എൻ്റെ ഒരു ഫസ്റ്റ് കേരളത്തിലെ പബ്ലിക് ഇവൻ്റാണ് ഇത്. താങ്ക് യു ഫോർ ഗിവിംഗ് ദ ഓപ്പർച്യൂണിറ്റി. സോ ഞങ്ങൾ ഫസ്റ്റ് ക്യാമ്പസ് ഇപ്പം ഫസ്റ്റ് ഇൻ ഇന്ത്യ ബ്രിട്ടീഷ് യൂണിവേഴ്സിറ്റീൻ്റെ ഒരു അക്രഡിറ്റഡ് കോളേജ് ബാംഗ്ലൂർ ഇപ്പോൾ വെരി റീസെൻ്റ്ലി ഓപ്പൺ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ടെക്നിക്കലി നോക്കുന്നത് ഈ സ്റ്റുഡൻറ്റ് മൂവ്മെൻറ്റ് എങ്ങനെ ക്വാളിറ്റേറ്റീവ് സിസ്റ്റത്തിലേക്ക് കൊണ്ടുപോവാം എന്നുള്ളതാണ്. അപ്പം അത് ഒരു എക്കോ സിസ്റ്റം ബിൽഡ് ചെയ്ത് അത് കംപ്ലീറ്റ് ഫ്രം ദ സ്റ്റുഡൻറ്റ് ലൈക്ക് ആഫ്റ്റർ ഫോർ എക്സാമ്പിൾ ഇഫ് യു ഗോ ഫോർ ആൻ അണ്ടർ ഗ്രാജുവേറ്റ് പ്രോഗ്രാം or മാസ്റ്റേഴ്സ് പ്രോഗ്രാം, ഫ്രം ദ the recruitment process to ഡയറക്റ്റ് റിക്രൂട്ട് ചെയ്ത് നിങ്ങളിപ്പോൾ ഒരു വേറെ കൺട്രിയിലേക്ക് പോകുമ്പോൾ ഉള്ള കുറേ ചലഞ്ചസ് ഇപ്പോൾ ഒത്തിരി നിങ്ങൾക്ക് അറിയായിരിക്കും. കൺട്രി, ബോർഡർ ലൈൻ, അവിടുത്തെ റെഗുലേറ്ററി ആസ്പെക്ട്സ് ഒക്കെ. അപ്പം ഇത് അഡ്രസ്സ് ചെയ്യാൻ വേണ്ടി ഞങ്ങൾ ഇവിടെ തന്നെ ക്യാമ്പസ് വെച്ച് വൺസ് എംപവർ ചെയ്ത സ്റ്റുഡൻറ്റിനെ അവരെ ഇൻ്റലക്ച്വലി പവർഫുൾ ആക്കിയിട്ട് നമ്മൾ മൂവ്മെൻറ്റ് സക്സസ്ഫുൾ ആക്കുക. അപ്പോൾ ഞങ്ങൾ ഒബ്ജക്റ്റീവ് ഇപ്പം നമ്മൾ കറൻ്റ്ലി ഇപ്പോൾ ഒത്തിരി റിക്രൂട്ട്മെൻറ്റ് ഏജൻസീസ് ഉണ്ടാവും ഇവിടെ, അതുപോലെ എഡ്യൂക്കേഷൻ പ്രൊവൈഡേഴ്സ് ഉണ്ടാവും, ലൈക്ക് ഡിഗ്രി ഹയർ എഡ്യൂക്കേഷനാണ് ഞങ്ങളുടെ സ്പെക്ട്രം. അപ്പം എത്രയും ബെസ്റ്റ് ഒരു ടാലൻറ്റ് നമുക്കൊരു ഡിഗ്രി A4 സർട്ടിഫിക്കറ്റ്, ഞാൻ എപ്പോഴും പറയാറുണ്ട്, ഒരു A4 സർട്ടിഫിക്കറ്റ് കിട്ടുകയെന്ന് പറഞ്ഞാൽ യു ക്യാൻ ഗെറ്റ് ഫ്രം എനിവേർ. നമുക്കൊരു ചെറിയൊരു ഇൻസ്റ്റിറ്റ്യൂട്ട്, അതർവൈസ് ഒരു 3 months ഒരു കോഴ്സ് നടത്തിയാലും നമുക്കൊരു A4 സർട്ടിഫിക്കറ്റ് കിട്ടും. ആൻഡ് ഇഫ് യു ഗെറ്റ് ഐ തിങ്ക് ഹാർവാർഡ് ചാർജ് ഐ ഡോണ്ട് നോ എക്സാക്ട്ലി ലൈക്ക് 3 to 4 crore ഫോർ എൻ MBA മാസ്റ്റർ ഡിഗ്രി. അതിനും നിങ്ങൾക്ക് കിട്ടുന്ന സെയിം A4 സർട്ടിഫിക്കറ്റാണ്. ബട്ട് ദ ഡിഫറൻസ് അത് ഹൗ ഫാർ അത് നമ്മളെ ഒരു എക്കോ സിസ്റ്റം, നമ്മളെ ഫ്യൂച്ചർ ജേണിനെ എത്രമാത്രം സർട്ടിഫിക്കറ്റ് ട്യൂൺ ചെയ്യുന്നു എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ അതിനു വേണ്ടി ഞങ്ങളിപ്പം അറ്റ് ദ പ്രസൻറ്റ് ഞങ്ങൾക്ക് ഇപ്പോൾ ഓൾമോസ്റ്റ് എ ഡസൺ ഓഫ് ക്യാമ്പസ് ഉണ്ട്. ലൈക്ക് വി ഹാവ് എ ഗുഡ് സോളിഡ് പ്രസൻസ്. 1 UAE
സെക്കൻഡ് ഞങ്ങൾ മാൾട്ട, ഫ്രാൻസ്, പാരീസിൽ, ബാഴ്സലോണ, ഇവിടെയൊക്കെ നമുക്ക് ഒത്തിരി യൂറോപ്യൻ സെക്ടറിൽ ക്യാമ്പസുകളുണ്ട്. അപ്പോൾ ഈ ക്യാമ്പസ് ഇൻ്റർകണക്ട് ചെയ്തൊരു നല്ലൊരു എക്കോസിസ്റ്റം ഡെവലപ്പ് ചെയ്യുക എന്നുള്ളതാണ് ഒബ്ജക്റ്റീവ്. ഫസ്റ്റ് ഇന്ത്യയിലെ ക്യാമ്പസായിട്ട് ഇപ്പോൾ ബാംഗ്ലൂർ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. ഒബ്വിയസ്ലി ഐ ബി മോർ ദാൻ ഹാപ്പി ടു ബി വിത്ത് ലിഗൻ ടീംസ്. അപ്പോൾ ഖലീൽ ഡോക്ടർ ഞങ്ങൾക്ക് നേരത്തെ പരിചയമുള്ളതാണ്. അപ്പം അതുപോലെ തന്നെ സാബൊക്കെ പിന്നെ മീൻസ് ഇവരെല്ലാം ഗ്ലോബൽ പേസിൽ കളിക്കുന്നതാണ്, അവർ ഇൻട്രൊഡ്യൂസ് ചെയ്ത പോലെ തന്നെ. അപ്പോൾ ഐ തിങ്ക് ഇറ്റ് വിൽ ബി എ ഗുഡ് തിങ്, വി ഓൾ ക്യാൻ ഗെറ്റ് സംതിങ് ഔട്ട് ഓഫ് ദാറ്റ്, just rather than talking what we are, what you might need to or to be part of, to know about, it will be great. We'll go for that, right? Thank you. നാസർ സാർ, എനിക്ക് സാർ ഫ്രണ്ട് ലൈൻ ലോജിസ്റ്റിക്സ്, ഇപ്പോൾ ലോജിസ്റ്റിക് ഇൻഡസ്ട്രി എന്ന് പറയുമ്പോൾ എനിക്കൊന്നൊരു കൺട്രിയുടെ എക്കോണമിയെ നല്ല രീതിയിൽ ഇൻഫ്ലുവൻസ് ചെയ്യുന്നൊരു കാര്യമാണ് ലോജിസ്റ്റിക് ഇൻഡസ്ട്രി. കാരണം നമ്മുടെ GDP നല്ല രീതിയിൽ ഇൻഫ്ലുവൻസ് ചെയ്യുന്നൊരു ഫാക്ടറാണ്. അതുപോലെ തന്നെ അതിൽ ഏറ്റവും ലോജിസ്റ്റിക് അതിലേക്കൊരു സ്റ്റാർട്ടപ്പ് തുടങ്ങുമ്പോൾ അതിൻ്റേതായ ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ട്. പോളിസി റെഗുലേഷൻസ്, ഡിഫറെൻറ്റ് കൺട്രീസിൻ്റെ പോളിസിയുടെ ഡിഫറൻസ് വരുന്നുണ്ട്. അതുപോലെ തന്നെ ഇൻ്റർനാഷണൽ മാർക്കറ്റിൻ്റെ ഫ്ലക്ച്വേഷൻ വരുന്നുണ്ട്. അപ്പോൾ എങ്ങനെയാണ് ഒരു ആസ് എ യങ് ഓണ്ടർപ്രണർ അല്ലെങ്കിൽ ഒരു ലോജിസ്റ്റിക് ഇൻഡസ്ട്രിയിലേക്ക് കടക്കാൻ ആഗ്രഹിക്കുന്ന ഒരാൾക്ക് എന്താണ് സാറിൻ്റെ അഡ്വൈസ്? എങ്ങനെയാണ് ആ ഒരു ഫീൽഡിൽ ഒരു സ്കെയിലപ്പ് നടക്കുക? നേരത്തെ പറഞ്ഞ മാതിരി മോഡറേറ്റർ പറഞ്ഞ പോലെ നമുക്ക് ലോജിസ്റ്റിക്സിന് കണ്ടമാനം ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. ഇപ്പോൾ ഇന്ത്യയിൽ കണ്ടമാനം, ഇപ്പോൾ സെൻട്രൽ ഗവൺമെൻറ്റും കണ്ടമാനം ലോജിസ്റ്റിക്സ് പാർക്സ്, ലോജിസ്റ്റിക്സ് ഹബ്സ്, കണ്ടമാനം പോർട്ടുകൾ. നമ്മളിപ്പോൾ വിഴിഞ്ഞം പോർട്ട് പോലെ തന്നെ നമ്മുടെ നാട്ടിലെ പഴയ കാലത്ത് തന്നെ ചെറിയ ചെറിയ പോർട്ടുകളെല്ലാം, ഇപ്പോൾ പൊന്നാനി തുറമുഖം മുതൽ പല അഴിമുഖം, കണ്ണൂർ, പല പോർട്ടുകളും കണ്ടമാനം ഡെവലപ്മെൻറ്റ് വരാൻ പോകുന്ന സ്ഥലം. അപ്പോൾ ലോജിസ്റ്റിക്സിന് എൻഡ്ലെസ് ഓപ്പർച്യൂണിറ്റീസാണ് നമ്മൾ യങ്സ്റ്റേഴ്സിന്. അതിനാദ്യം വേണ്ടത് എന്താ വെച്ചാൽ നിർബന്ധമായിട്ടും ലോജിസ്റ്റിക്സ് എന്താണെന്ന് അറിയണം, ലോജിസ്റ്റിക്സിനെ കുറിച്ച് പഠിക്കണം. കാരണം ഇതൊരു എന്താ പറയുക, ഇപ്പോൾ ഡോക്ടർ MBBS പഠിക്കുന്ന പോലെ അത്ര കോംപ്ലിക്കേറ്റഡ് അല്ലെങ്കിലും നമുക്കൊരു ഒരു കൊല്ലത്തെ കോഴ്സ്, ഡിഗ്രി എല്ലാം ഗ്രാജുവേഷൻ കഴിഞ്ഞ ഒരു കൊല്ലത്തെ കോഴ്സ് എന്താണ് ലോജിസ്റ്റിക്സ് എന്ന് ആദ്യം അറിയണം. അതുപോലെ തന്നെ ഒരു ലോജിസ്റ്റിക് കമ്പനിയിൽ വർക്ക് ചെയ്യണം. കാരണം ഇതിൽ കുറേ കോംപ്ലിക്കേഷൻസ് ഉണ്ട്. നിങ്ങൾ ഒരു ഷിപ്മെൻ്റ് ഒരു സ്ഥലത്ത് നിന്ന് കൊണ്ടുവരുന്ന എന്താണ് കോംപ്ലിക്കേഷൻസ്. പുതിയ വരുന്ന ആളുകൾ എന്താ വെച്ചാൽ നിർബന്ധമായി ഏത് ജോലിക്കായാലും, ഇത് ലോജിസ്റ്റിക്സ് എന്നല്ല, ഏത് ജോലിക്കായാലും അതിൽ വളരെ നിർബന്ധമായിട്ടത് പഠിക്കണം. പഠിച്ച് അതിൻ്റെ ഒരു പ്രാവീണ്യം നേടിക്കഴിഞ്ഞാൽ വളരെ കണ്ടുമ്പോൾ നല്ല രീതിയിൽ സ്കോപ്പുള്ള ഒരു സാധനമാണ്. ഇവിടെ ഇന്ത്യയിൽ മാത്രമല്ല, ലോകത്ത് എവിടെ പോയാലും. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഞങ്ങളൊരു സ്പെഷ്യാലിറ്റി എന്താണ്, ഞങ്ങൾ പല ലോജിസ്റ്റിക്സ് ഈ വാർ സോൺസ് അല്ലെങ്കിൽ ഡെവലപ്പിംഗ് കൺട്രീസിൽ പോയി ഞങ്ങൾ എപ്പോഴും ചെയ്യാറുണ്ട്. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഡെവലപ്പിംഗ് കൺട്രീസിൽ ഒരു ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റ് മുതൽ എല്ലാ സ്ഥലത്തും ലോജിസ്റ്റിക്സ് വേണം. കാരണം എന്തൊരു വികസനം ഉണ്ടാവണമെങ്കിലും സാധനങ്ങൾ വേണം. അവിടെ ഇപ്പോൾ കൺസ്ട്രക്ഷൻ ആയാലും അതിൻ്റെ സാധനം വേണം, ഇപ്പോൾ ഒരു ഫാക്ടറി തുടങ്ങാനുള്ള സാധനം വേണം. അപ്പോൾ എല്ലാ സ്ഥലത്തും ഈ ലോകത്ത് എവിടെ പോയാലും എല്ലാ ടേംസും അല്ലെങ്കിൽ ഇതിനൊരു ടെക്നിക്കൽ ടേം, ഇപ്പോൾ നമ്മളിപ്പോൾ ഇപ്പോൾ MBBSൻ്റെ കാര്യം ഞാൻ പറഞ്ഞ പോലെ ഡോക്ടറിന് പഠിക്കുന്ന എല്ലാ സ്ഥലത്തും ലോകത്ത് എല്ലായിടത്ത് പോയാലും MBBSൻ്റെ സിലബസ് ഏകദേശം ഒരുപോലെ. അതുപോലെ തന്നെ ലോജിസ്റ്റിക്സിൻ്റെ എല്ലാ ടേംസും എല്ലാ കാര്യങ്ങളും ഏകദേശം ഒരുപോലെയാണ്. അപ്പോൾ അത് നിർബന്ധമായിട്ടും നമ്മൾ എന്ത് ചെയ്യണം, ബേസിക് കോഴ്സ് പഠിക്കണം. ഇഷ്ടം പോലെ യൂണിവേഴ്സിറ്റീസും കോളേജസും ഇപ്പോൾ അത് പഠിപ്പിക്കുന്ന സ്ഥലങ്ങളുണ്ട്. ഇപ്പോൾ MBAയുടെ കൂടെ അല്ലെങ്കിൽ ഡിഗ്രിയുടെ കൂടെ ലോജിസ്റ്റിക്സിൻ്റെ കോഴ്സ് പഠിപ്പിക്കും. സപ്ലൈ ചെയിൻ മാനേജ്മെൻറ്റ് എന്ന കോഴ്സ് ഉണ്ട്, MBAയുടെ കൂടെ ഉണ്ട്. ഇതെല്ലാം പഠിച്ചാലും പ്രാക്ടിക്കൽ നോളജാണ് വളരെ പ്രധാനമായിട്ട് വേണ്ടത്. ഞാൻ പറയുമ്പോൾ ഒരു BCom പഠിച്ചാൽ ഒരിക്കലും ഒരു അക്കൗണ്ടൻ്റ് ആവാൻ പറ്റില്ല. അക്കൗണ്ടൻ്റ് ആവണമെങ്കിൽ എന്ത് ചെയ്യണം, ഒന്നെങ്കിൽ ഒരു CHRയുടെ അക്കൗണ്ട് കൂടുതലോ അല്ലെങ്കിൽ ഒരു അക്കൗണ്ടിങ് ഫേമിലോ അല്ലെങ്കിൽ ടാക്സേഷൻ ഫേമിലോ 1, 2, 3 വർഷം അവിടെ ജോലി ചെയ്ത് പഠിക്കണം. അതുപോലെ എല്ലാവരും അതിലോട്ട് വരാൻ താല്പര്യമുള്ള ആളുകൾ എന്ത് ചെയ്യണം, അത് നിർബന്ധമായിട്ട് എന്ത് ചെയ്യണം, അതിൽ പഠിക്കണം. ഒരു നല്ലൊരു ഫോമിലോ, ഇൻ്റർനാഷണൽ ഫോമിലോ അല്ലെങ്കിൽ നമ്മൾ നാഷണൽ ആയിട്ടുള്ളൊരു ഫോമിലോ ജോലി ചെയ്ത് അതിൻ്റെ ടെക്നിക്സ്, അതിൻ്റെ ട്രേഡ് സീക്രറ്റ്സ് അല്ലെങ്കിൽ അതിൻ്റെ ഓപ്പറേഷണൽ മെത്തേഡ്സ് പഠിച്ചിട്ട് നിങ്ങൾക്ക് ഇതിൽ ഇറങ്ങുകയാണെങ്കിൽ വളരെയധികം സ്കോപ്പുള്ള ഒരു സാധനമാണ്. ഇപ്പോൾ നമ്മുടെ നാട്ടിൽ ഞാൻ പറഞ്ഞില്ലേ, ഇപ്പോൾ നമ്മൾ ആമസോണിലായാലും ഫ്ലിപ്കാർട്ടിലായാലും നിങ്ങൾ ഓർഡർ ചെയ്യുന്ന, ഇപ്പോൾ സ്വിഗ്ഗി ഫുഡ് ഓർഡർ ചെയ്യുന്ന സ്വിഗ്ഗി അതായാലും അല്ലെങ്കിൽ ഏത് സൊമാറ്റോ ആയാലും ഇതെല്ലാം ഡെലിവറി എന്നൊക്കെ ലോജിസ്റ്റിക്സിൻ്റെ ഒരു ഭാഗമായിട്ടുള്ളൊരു സാധനമാണ്. അപ്പോൾ അതിൽ ആ സാധനം കൊടുത്ത് ഡെലിവറി ചെയ്ത് വരുന്ന ഒരാൾ പോലും ലോജിസ്റ്റിക്സിൻ്റെ ഭാഗമാണ്. അപ്പോൾ വിശാലമായ ഓപ്പർച്യൂണിറ്റീസ് ഉള്ള ഒരു മേഖലയാണ് ലോജിസ്റ്റിക്സ്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ബാക്ക് ആൻഡ് ഓഫീസസും കണ്ടമാനം നാട്ടിൽ വരുന്നുണ്ട്. ഞങ്ങളിവിടെ ബാക്ക് ആൻഡ് ഓഫീസ് തുടങ്ങുമ്പോൾ കേരളത്തിൽ ഏകദേശം ഒരു 4 or 5 ഓഫീസേ ഉണ്ടായിരുന്നുള്ളൂ. അതും ഒരു ഗ്രാമത്തിൽ ഒരു ഓഫീസ് ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ ഏകദേശം 100ൻ്റെ മേലെ ബാക്ക് ആൻഡ് ഓഫീസസ് കേരളത്തിൽ വരാൻ തുടങ്ങി. ഞങ്ങളെ അക്കാഡമിയിൽ തന്നെ ഞങ്ങൾക്ക് ഒരു കൊല്ലത്തിൽ ഏകദേശം 450 കുട്ടികളായിരുന്നു കഴിഞ്ഞ കൊല്ലം. ഒരു ബ്രാഞ്ചിൽ 150 കുട്ടികളാണ് നമ്മൾ ബേസിക് എടുക്കുക. 3 ബ്രാഞ്ചും കൂടി 450 കുട്ടികൾ. അപ്പോൾ 150 കുട്ടികൾ കൂടുതൽ 25 കുട്ടികളെ ഉണ്ടാവുള്ളൂ ഒരു ബാച്ചിൽ. കാരണം അവരെ പഠിപ്പിച്ചെടുക്കാനുള്ള സമയം കൊണ്ടാണ്. അപ്പോൾ വളരെ നല്ലൊരു വിശാലമായ ഒരു മേഖലയാണ്. ഇന്ത്യയിലും കണ്ടമാനം ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്, കണ്ടമാനം ലോജിസ്റ്റിക്സ് പാർക്ക്. ഇപ്പോൾ കോഴിക്കോട് തന്നെ 2 വരുന്നുണ്ട്, വിഴിഞ്ഞം, കൊച്ചിൻ, കണ്ടമാനം സ്ഥലങ്ങളിൽ ലോജിസ്റ്റിക് പാർക്ക് വരുന്നുണ്ട്. വെയർ ഹൗസസൊക്കെ നിങ്ങൾക്ക് എല്ലായിടത്തും കാണാം. ഗോഡൗൺസ് പറയും അല്ലെങ്കിൽ വെയർ ഹൗസസ് എന്ന് പറയും.
അപ്പോൾ നിർബന്ധമായും വേണ്ടത് പഠിക്കുകയാണ്. ഏത് ഫീൽഡ് പോലെ തന്നെ ഇതിൽ പഠിക്കണം, അതിൽ കൂടെ എക്സ്പീരിയൻസും വേണം. നിർബന്ധമായ ഒരു 5 വർഷം, ഞാനും ഇത് തുടങ്ങുന്നതിന് മുന്നേ 5 വർഷം വർക്ക് ചെയ്തതാണ്. ഞാനൊരു ബിസിനസ് ഫാമിലിയിൽ നിന്ന് വന്ന ഒരാളാണ്. പക്ഷെ എന്നിരുന്നാലും ഞാൻ ഇവിടുന്ന് ചെയ്ത ബിസിനസ് എനിക്ക് അത്ര സക്സസ്ഫുൾ ആയില്ല. അതുകൊണ്ട് ഞാൻ ഗൾഫിൽ പോയി ഒരു ഇൻ്റർനാഷണൽ കമ്പനിയിൽ ദൈവാനുഗ്രഹം കൊണ്ട് ജോലി കിട്ടി. 5 വർഷം ഞാൻ ജോലി ചെയ്തതിന് ശേഷമാണ് കമ്പനി തുടങ്ങിയത്. അപ്പോൾ നിർബന്ധമായും നേരത്തെ പറഞ്ഞ പോലെ പഠിക്കണം. പഠിച്ചു കഴിഞ്ഞാൽ എന്തായാലും എക്സ്പീരിയൻസ് വേണം. എക്സ്പീരിയൻസ് ഉണ്ടായാൽ നല്ലൊരു മേഖലയാണ്, എല്ലാവർക്കും കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റുന്ന മേഖലയും കൂടിയാണ്. ഇന്ത്യയിലും വളരെയധികം സ്കോപ്പുണ്ട്. കണ്ടമാനം പോർട്ടുകൾ, ഞാൻ പറഞ്ഞത് കണ്ടമാനം പോർട്ട്, ചെറിയ പോർട്ടുകളും വലിയ വലിയ പോർട്ടുകളും വരാൻ പോവുകയാണ്. അപ്പോൾ എല്ലാവരും ഇപ്പോൾ ഞാൻ വിഴിഞ്ഞം പോർട്ടിൽ കഴിഞ്ഞ ഒരു 6 മാസം മുന്നേ പോയിരുന്നു. അപ്പോൾ അദാനി പോർട്സിൻ്റെ ആൾക്കാർ തന്നെ ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ട് നടത്തുന്നുണ്ട്. കേരള ഗവൺമെൻറ് കൂടെ അവർ ജോയിൻ ചെയ്തിട്ട് കുട്ടികളെ പഠിപ്പിച്ചെടുക്കാൻ. അവർക്ക് കണ്ടെയ്നർ ടെർമിനലും പോർട്ടിലും വർക്ക് ചെയ്യാൻ ആളുകളില്ല. കേരളത്തിൽ നിന്നുള്ള ആളുകൾ, കുട്ടികൾ കുറവാണ്. അപ്പോൾ അവിടുത്തെ ലോക്കൽസിനെയും കൂടാതെ നമ്മൾ കേരളത്തിലെ പല വിദ്യാലയം സ്കോളർഷിപ്പോട് കൂടി കോഴ്സസ് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതെല്ലാം പ്രയോജനപ്പെടുത്തണം. കാരണം വെച്ചാൽ നമ്മുടെ നാടിൻ്റെ വികസനത്തിൻ്റെ കൂടെ ചെറുപ്പക്കാർ നിർബന്ധമായിട്ടും വരണം. വന്നു കഴിഞ്ഞാൽ അതിൻ്റെ ആയിട്ടുള്ള ഗുണങ്ങളുണ്ടാവും. ഓക്കെ, സാറ് പറഞ്ഞതുപോലെ നമ്മുടെ ഇന്ത്യ ഒരു ഡെവലപ്ഡ് കൺട്രി ആയിട്ടുള്ള ഗ്രോത്തിൽ ഐ തിങ്ക് ലോജിസ്റ്റിക്സ് വലിയൊരു ഫാക്ടർ വഹിക്കാൻ പോകുന്നുണ്ട്. അപ്പോൾ ഇനി വരാൻ പോകുന്ന ഒരു ടേമിൽ എനിക്ക് തോന്നുന്നത് ഇനി വരാൻ പോകുന്ന എക്സ്പോർട്ട് മാർക്കറ്റ് പലപ്പോഴും ഇന്ത്യയുടെ കൂടാനുള്ള ഒരു വലിയൊരു സ്കോപ്പ് ഉണ്ട്. അപ്പോൾ മൂവിങ് ടു അബ്ദുള്ള സാർ ഒരു മെഡിക്കൽ എക്സ്പേർട്ട് എന്ന നിലയിൽ നമ്മുടെ എനിക്കൊന്ന് ഒരു പോസ്റ്റ് കോവിഡ് ടൈമിൽ പലപ്പോഴും സാറ് പറഞ്ഞു സാർ ഫിസിക്കൽ ട്രെയിനിങ് റിലേറ്റഡ് ആയിട്ട് കുറച്ച് കാര്യങ്ങൾ ചെയ്യാറുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ എനിക്കൊന്ന് ഫിസിക്കൽ ആക്ടിവിറ്റീസിൻ്റെ ഇൻവോൾവ്മെൻറ്റ് പലപ്പോഴും എസ്പെഷ്യലി അമംഗ് ദ യൂത്ത് കുറഞ്ഞു വരികയാണ്. എനിക്ക് തോന്നുന്നത് കോവിഡിന് ശേഷം എസ്പെഷ്യലി അങ്ങനൊരു മൂവിലേക്ക് മാറിയിട്ടുണ്ട്. എനിക്കൊന്ന് ഒരു കാംബ്രിഡ്ജിൻ്റെ ഒരു സ്റ്റഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു 1 വീക്ക് ഒരു 10 മിനിറ്റ്സ് എന്താ പറയുക അറ്റ്ലീസ്റ്റ് 10 മിനിറ്റ്സ് എ വീക്ക് നമ്മളൊരു ഫിസിക്കൽ ആക്ടിവിറ്റി ഇൻവോൾവ് ആയി കഴിഞ്ഞാൽ നമുക്ക് അതിൽ നിന്ന് എക്സ്ട്രാ ബെനിഫിറ്റ്സുകൾ ഉണ്ടെന്ന്. അപ്പോൾ എന്താണ് ഇങ്ങനൊരു ഈ ഒരു എന്താ പറയുക നമ്മുടെ ഫിസിക്കൽ കോൺസെൻട്രേറ്റഡ് അല്ലാത്ത പോകുന്നൊരു അത് നമ്മളെ എത്രത്തോളം മെൻ്റലി അല്ലെങ്കിൽ നമ്മുടെ പൊട്ടൻഷ്യൽ പുറത്തെടുക്കുന്നതിൽ എന്തെങ്കിലും ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ടോ എന്ന് അറിയാനാണ്. വളരെ നല്ലൊരു ക്വസ്റ്റ്യനാണ്. ഓക്കെ, എനിവേ ബേസിക്കലി നിങ്ങൾക്ക് ഇഫ് ഐ സജസ്റ്റ് ചെയ്യും അല്ലെങ്കിൽ കാര്യം ഒരു ഉപദേശം ചോദിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് എല്ലാ അസുഖത്തു നിന്നും ഒരു മരുന്ന് വേണമെന്ന് പറഞ്ഞാൽ സിംഗിൾ പിൽ ഫോർ ഇറ്റ് വിൽ ബി എക്സസൈസ്. എക്സസൈസ് ചെയ്താൽ നിങ്ങളെ അമിതവണ്ണം ഇല്ലാണ്ടാക്കാൻ പറ്റും, ഹൈപ്പർ ടെൻഷൻ കുറക്കാൻ പറ്റും, നിങ്ങൾ ഡയബറ്റീസ് ഇല്ലാണ്ടാക്കാൻ പറ്റും. അപ്പോൾ ഈവൻ എല്ലിന് കനം കുറയുന്നത് കുറക്കാൻ പറ്റും. അതേപോലെ പല അസുഖത്തിൽ നിന്നും നിങ്ങൾക്ക് മുക്തി നേടാൻ പറ്റുന്ന ഒരു സാധനമാണ് എക്സസൈസ്. സോ ദാറ്റ്സ് ഇറ്റ് മീൻസ്. അപ്പോൾ എത്ര ചെയ്യണം? ഇറ്റ്സ് നോട്ട് 10 minutes ഇൻ എ വീക്ക്, ഇറ്റ്സ് അറ്റ്ലീസ്റ്റ് 2.5 hours to 3 hours ഇൻ എ വീക്ക്. അപ്പോൾ 2.5-3 മണിക്കൂർ എന്ന് പറഞ്ഞാൽ എല്ലാ ദിവസവും ഒരു വീക്കിൽ ഒരു 5 days ഒരു 40 minutes എക്സസൈസ് ചെയ്യുമ്പോഴാണ് അതൊരു എക്സസൈസ് ആവുള്ളൂ. സോ ഇതിൻ്റെ പ്രശ്നം എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മളെ നെക്സ്റ്റ് ജനറേഷൻ ഇപ്പം കഴിഞ്ഞ പ്രാവശ്യം നേരത്തെ ചോദിച്ചു ഡിസ്ലെക്സിയ അതൊക്കെ ഇപ്പോൾ ഈ സോഷ്യൽ മീഡിയ അഡിക്ഷനൊക്കെ വന്നിട്ട് വളരെ കുറവാണ് ഇപ്പോഴത്തെ എക്സസൈസിൻ്റെ ഒരിത്. പണ്ടത്തെ പോലെ തീരെ നടക്കുന്ന പോലുള്ള പ്രത്യേകിച്ചും വെഹിക്കിൾ സ്കൂട്ടർ അല്ലെങ്കിൽ ഇതൊക്കെ ഉണ്ടായിട്ട് ചെറിയൊരു പീടിയിൽ പോകാൻ പോലും നമ്മൾ ഉപയോഗിക്കുന്നത് ഇപ്പോൾ സ്കൂട്ടറും അങ്ങനത്തെ ഒക്കെ ആയതുകൊണ്ട് ഭയങ്കര കുറവാണ് നമ്മുടെ ലൈഫിൻ്റെ എക്സസൈസ് പാർട്ട്. അല്ലെങ്കിൽ സാധാരണ ഒരു സ്റ്റെപ്പ് കയറുന്ന പോലും നമ്മൾ ഒഴിവാക്കുന്ന ഒരു സ്വഭാവമാണ് നമുക്കുള്ളത്. സോ വാട്ട് ഐ സജസ്റ്റ് ഈസ് ലൈക്ക് എല്ലാ ദിവസവും രാവിലെ നീച്ച് ഒരു 40 minutes എക്സസൈസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഉണ്ടാവുന്ന ഒരു ഭയങ്കരമായൊരു മൂഡ് എലിവേഷൻ ഉണ്ട്. അത് നമ്മുടെ ഹോർമോണൽ ചേഞ്ചാണ്. അതായത് എൻഡോർഫിൻ എന്ന് പറയുന്ന ഒരു ടൈപ്പ് ഓഫ് മോർഫിൻ സബ്സ്റ്റൻസ് ശരീരത്തിൽ പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ നമ്മളെപ്പോഴും ഹാപ്പി മൂഡിൽ നിൽക്കും, മൂഡ് ആൻഡ് എലിവേറ്റ് ചെയ്ത് നിൽക്കും. ഈ എക്സസൈസ് ചെയ്യുമ്പോൾ തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടതെന്ന് വെച്ചാൽ നമ്മുടെ വേറൊരു ഹോർമോൺ ഉണ്ട്, സെറട്ടോണിൻ എന്ന് പറഞ്ഞൊരു ഹോർമോൺ ഉണ്ട്. അപ്പോൾ അത് വെച്ച് പ്രൊഡ്യൂസ് ചെയ്യുന്നതോടുകൂടി നമുക്ക് സെറ്റേറ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭക്ഷണം നമുക്ക് ക്രമീകരിക്കാൻ പറ്റും. നമുക്ക് ഭക്ഷണം അങ്ങനെ വല്ലാണ്ട് വിശക്കില്ല. നമ്മൾ സാധാരണ ചെയ്യുക വെച്ചാൽ നല്ലൊരു ഓട്ടം ഓടിക്കഴിഞ്ഞ് പിന്നെ 2 പൊറോട്ടയും ബീഫ് അടിക്കണം. പക്ഷേ അതങ്ങനെയല്ല. ശരിക്കും റെഗുലർ എക്സസൈസ് നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ സെറ്റേറ്റീവ് ഫീൽ വരും. മൂന്നാമത്തത് ഇതേപോലെ തന്നെ സ്ട്രെസ് ഹോർമോൺ ഉണ്ട്, കോർട്ടിസോൾ. അപ്പോൾ നമ്മൾ എക്സസൈസ് ചെയ്യുമ്പോൾ നമ്മളെപ്പോഴും ഒരു സ്ട്രെസ്സ്, നമുക്ക് സഡൻ കാർഡിയാക് അറസ്റ്റ് അല്ലെങ്കിൽ സഡൻ ഇഷ്യൂസ് അങ്ങനത്തെ സാധനങ്ങൾ വളരെ കുറവായിരിക്കും. പിന്നെ അതേപോലെ തന്നെ നമ്മൾ പെട്ടെന്ന് ദേഷ്യം വരിക ഇതൊക്കെ കുറയും. സോ വാട്ട് ഐ സേ ഈസ് ലൈക്ക് നമ്മുടെ കരിക്കുലത്തിൽ തന്നെ അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ തന്നെ അത് പാർട്ടായി കൊണ്ടുവരണം. ബിക്കോസ് എത്ര ഇവരാണെങ്കിലും ഒരു മൊബൈൽ അഡിക്റ്റഡ് ആളാണെങ്കിലും അവരുടെ നിന്ന് മെല്ലെ മാറ്റി അറ്റ്ലീസ്റ്റ് 40 to 50 minutes ഓഫ് എക്സസൈസ്. ജിം തന്നെ ആവണമെന്നില്ല. യു ക്യാൻ ഡു ജോഗിങ്ങോ സൈക്ലിങ്ങോ സ്വിമ്മിങ്ങോ ഫുട്ബോളോ എനിത്തിങ്. ഇപ്പോൾ നമ്മൾ ഫുട്ബോൾ ഫീൽഡ്സൊക്കെ ടർഫ് ഫീൽഡൊക്കെ അടച്ചു പോകാമെന്ന് പറഞ്ഞിട്ട് ബിക്കോസ് ഇത് പീപ്പിൾ ആർ നോട്ട് കമ്മിങ് ഫോർ ഫ്രീ. ആരും വരുന്നില്ല. സോ അതിനെ ഡെവലപ്പ് ചെയ്യേണ്ട ഒരു കൾച്ചറൽ ചേഞ്ച് ആക്കി വരേണ്ടതാണ്. അല്ലെങ്കിൽ അടുത്ത ജനറേഷന് ഫുള്ള്
ഏർലി ഡിസീസസ് വരും, ഏർലി ഡിപ്പെൻഡൻ്റ് ഓൺ മെഡിസിൻസ് ആവും. സോ ഇറ്റ് ഈസ് ഓൾവേസ് ബെറ്റർ ടു മേക്ക് ദം അവെയർ അബൌട്ട് തിങ്സ് ഇൻ സ്കൂൾ ലെവൽ ഇറ്റ് സെൽഫ്, bring them back to grounds and fields, avoid all the നമ്മളെ എന്താ പറയുക MDMA അല്ലെങ്കിൽ അത് ബാഡ് ഹാബിറ്റ്സ് നിന്ന് മാറ്റി നിർത്തി ഇങ്ങനെ ഒരു നല്ല ജനറേഷനെ ഉണ്ടാക്കിയെടുക്കാൻ നമ്മളെല്ലാവരും ശ്രമിക്കണം. ദാറ്റ്സ് ഇറ്റ്. താങ്ക് യു. ഓക്കെ, താങ്ക് യു. നിസാർ സാർ, സാർ എഡ്യൂക്കേഷൻ ബേസ്ഡ് ആയിട്ടൊരു വലിയൊരു മാർക്കറ്റ് അല്ലെങ്കിൽ അധികം നമ്മൾ കേട്ടില്ലാത്തൊരു ഇൻഡസ്ട്രി എക്സ്പ്ലോർ ചെയ്യാൻ ശ്രമിക്കുന്ന ഒരാളാണ്, അല്ലെങ്കിൽ അതിൽ സക്സസ് ആയിക്കൊണ്ടിരിക്കുന്ന ഒരാളാണ്. അപ്പോൾ നമ്മളെ പലപ്പോഴും ഇന്നൊരു കണ്ടുവന്നിരുന്ന ട്രെൻഡ് നമുക്ക് ഈ അബ്രോഡ് എഡ്യൂക്കേഷൻ കൂടുന്ന, അതായത് നമുക്ക് പലപ്പോഴും മൈഗ്രേഷന് വേണ്ടിയിട്ടാണ് പലപ്പോഴും അബ്രോഡ് എഡ്യൂക്കേഷൻ ആൾക്കാർ പ്രിഫർ ചെയ്യുന്നത്. മോർ ദാൻ 80% ആൾക്കാരോളം അബ്രോഡ് എഡ്യൂക്കേഷൻ പ്രിഫർ ചെയ്യുന്ന ഒരു ടേം ഓഫ് മൈഗ്രേഷനാണ്. അതിന് പലപ്പോഴും പറഞ്ഞു കേട്ട നമുക്കിവിടെ ഒരു, അല്ലെങ്കിൽ ഇന്ത്യയിൽ ഒരു സ്കെയിൽ അപ്പ് ഓപ്പർച്യൂണിറ്റി ഇല്ലാത്തത് കൊണ്ടാണ്, അല്ലെങ്കിൽ ബിസിനസ് നമുക്ക് നമ്മുടെ ഐഡിയ പിച്ച് ചെയ്യുമ്പോൾ പലപ്പോഴും അതിന് വേണ്ട ഒരു ആക്സെപ്റ്റൻസ് കിട്ടുന്നില്ല എന്നുള്ളൊരു വിമർശനം പലപ്പോഴും ഉണ്ട്. അപ്പോൾ സാറിൻ്റെ ഒരു സാർ ഒരുപാട് യൂണിവേഴ്സിറ്റീസായിട്ട് കൊളാബറേറ്റ് ചെയ്ത് വർക്ക് ചെയ്യാണ്. അപ്പോൾ എന്താണ് ഇന്ത്യയുടെ ഒരു എന്താ പറയുക ഒരു ബിസിനസ് സ്കെയിലിങ്ങിന് എത്രത്തോളം നമ്മുടെ ഇപ്പോഴത്തെ എഡ്യൂക്കേഷൻ സിസ്റ്റം മാറണം എന്ന് തോന്നിയിട്ടുണ്ട്? വെരി വാലിഡാണ് ക്വസ്റ്റ്യൻ പറഞ്ഞത്. എനിക്ക് തോന്നുന്നു ലാസ്റ്റ് ടൈം ഇവിടെ ഒരു UN ഒരു റെപ്രസെൻറ്റേറ്റീവിനോട് ഞാനൊരു ക്വസ്റ്റ്യൻ ചോദിച്ചായിരുന്നു. കാരണം ഇപ്പോൾ നമ്മളിവിടെ കാണുന്ന ഒരു മേജർ പ്രശ്നം ഒരു അൺഎംപ്ലോയബിലിറ്റിയാണ്. പക്ഷേ ഗ്ലോബലി ഇപ്പോൾ ഒരു പോപ്പുലേഷൻ നോക്കി അത്രയും ദ ഹയസ്റ്റ് ഇപ്പോൾ ഇന്ത്യയായി ടെക്നിക്കലി. അപ്പം പുള്ളി ശരിക്കും UN-ൻ്റെ ഒരു ഹൈ പൊസിഷനിലുള്ള ഒരാളാണ്. അപ്പം പുള്ളിയുടെ ക്വസ്റ്റ്യൻ എന്തായിരുന്നു വെച്ചാൽ, ഇപ്പോൾ ബാംഗ്ലൂർ റീസെൻ്റ്ലി ഇപ്പം നിങ്ങൾ നോക്കിയാൽ നമ്മൾ മാക്സിമം BPO സർവീസ് ഇതൊക്കെ എന്താണ് ഇന്ത്യയിലേക്ക് ഔട്ട്സോഴ്സ് ചെയ്യാണ്. ഫോർ എന്താണെന്ന് വെച്ചാൽ അവർക്ക് ഇപ്പോൾ UK അല്ലെങ്കിൽ യൂറോപ്പിൽ അല്ലെങ്കിൽ US അവർക്ക് അതിലും എത്രയോ ലോവസ്റ്റ് പ്രൈസിൽ എന്ത് ചെയ്യാൻ പറ്റും, റിസോഴ്സ് കേരളത്തിലെ ഇന്ത്യയിൽ നിന്ന് കിട്ടും. അപ്പം എൻ്റെ ക്വസ്റ്റ്യൻ എന്തായിരുന്നു വെച്ചാൽ, ഇത്രയും മാൻ പവർ അല്ലെ ഹ്യൂമൻ റിസോഴ്സ് ഉള്ള നമ്മളെ ഇന്ത്യ പോലത്തെ കൺട്രിയിൽ ഇപ്പോൾ ഗ്ലോബലി ഞാൻ കേട്ടു ഒരു 1/4 ഓഫ് ദ ഗ്ലോബൽ ഹ്യൂമൻ റിസോഴ്സ് ഇന്ത്യ ആയിരിക്കും സപ്ലൈ ചെയ്യാന്ന് ഫ്യൂച്ചറിൽ. അപ്പോൾ ഞാൻ ചോദിച്ചു, ഈ 1/4 എന്ന് പറഞ്ഞാൽ നമ്മൾ ഇവിടുന്ന് ഓവർസീസിലേക്ക് പോവുമോ, അതോ ലൈക്ക് ബാംഗ്ലൂർ പോലെ BPO ഔട്ട്സോഴ്സ് ചെയ്ത് ഇവിടെ നിൽക്കുമോ? ലൈക്ക് ഫോർ എക്സാമ്പിൾ സുന്ദർ പിച്ചായിയോ ഓൾ മൈറ്റ് നോ, അതുപോലെ ഒരു പെപ്സിക്കോ സീഫ്, അങ്ങനെ കുറേ വളരെ ലിമിറ്റഡ് ആൾക്കാർ മാത്രമാണ് ഇന്ത്യൻസ് ഗ്ലോബലി ഒരു ടൈക്കൂൺ ഒരു അത്രയും ലിക്കൻ്റായിട്ട് പൊസിഷൻ ചെയ്തത്. അപ്പം ആ ചോദ്യത്തിന് പുള്ളിയുടെ ഒരു ആൻസർ വളരെ വളരെ കൊമിക്കായിരുന്നു. ഞാൻ എക്സ്പെക്ട് ചെയ്ത് ഒന്നുകിൽ നമ്മളിപ്പം കാണും പോലെ നമ്മൾ ഇന്ത്യ ആൾക്കാരെല്ലാവരും നമ്മൾ ഓവർസീസ് പഠിക്കാനും ഇതിനൊക്കെ പോയി അവിടെ എന്ത് ചെയ്യും, ഗ്ലോബൽ കമ്പനീനെ മാനേജ് ചെയ്യും. അതല്ലെങ്കിൽ ആ കമ്പനി നമുക്ക് എന്ത് ചെയ്യും, ഇവിടേക്ക് ഔട്ട്സോഴ്സ് ചെയ്യും. ലൈക്ക് ഇപ്പം ബാംഗ്ലൂർ വെരി ഹൈ ആയിട്ട് പോയി, ഗുർഗാവ് ഡൽഹിയിലുണ്ട്, മേ ബി കേരളത്തിലേക്ക് ഇപ്പോൾ കൊച്ചിൻ ഇവിടെയൊക്കെ വരും, ഇൻഫോ പാർക്കും അങ്ങനെ വന്ന്. അപ്പോൾ പുള്ളിയുടെ ആൻസർ ഇത് രണ്ടും അല്ല എന്നായിരുന്നു. പുള്ളിയുടെ ആൻസർ എന്ന് വെച്ചാൽ മെജോറിറ്റി ഓഫ് ദ ഇന്ത്യൻ യൂത്ത് പോപ്പുലേഷൻ അവർ എന്താണോ ഇന്ന് അതേ സിസ്റ്റത്തിൽ അവർ കണ്ടിന്യൂ ചെയ്യും, പോവർട്ടി ലൈനിലിരിക്കും. അപ്പോൾ വെരി മൈനറായിട്ടുള്ള വെരി വെരി റയർ സ്റ്റുഡൻസ് അല്ലെ ആ യൂത്ത്, അവർ ദേ തിങ്ക് എ ബിറ്റ് ഔട്ട് ഓഫ് ദ ബോക്സ്. ആൻഡ് അങ്ങനത്തെ ഒരു കമ്മ്യൂണിറ്റി മാത്രമേ ഗ്ലോബലി എന്ത് ചെയ്യും മൂവ്മെൻറ്റ് നടക്കുന്നുള്ളൂ എന്ന്. അതിൻ്റെ റീസൺ പുള്ളി പറയുന്നത് ഇവിടുത്തെ ലോ മേക്കിംഗ് സിസ്റ്റം, നമ്മൾ ഗവേണിംഗ് സിസ്റ്റം അത്രയും എന്ത് ചെയ്യില്ല, അഡ്വാൻസ്ഡ് ആയിട്ട് അങ്ങനെ ചെയ്ത് ഹൈ എഫേർട്ട് എടുത്ത് ചെയ്യില്ല എന്ന്. അപ്പം നമ്മൾ ഇപ്പോൾ ചെയ്യാൻ ട്രൈ ചെയ്യുന്ന നോക്കുന്നത്, അല്ലെങ്കിൽ നമ്മൾക്കിപ്പോൾ വേണ്ടിയത് ഇതിൽ ഒരുപാട് പേര് അത്രയും അംബീഷ്യസ് ആയിരിക്കും. അപ്പോൾ അതിന് ഒത്തിരി ഓപ്പർച്യൂണിറ്റി ഇവിടെയുണ്ട്, അബ്രോഡുണ്ട്. അപ്പം നമ്മൾക്ക് ഇപ്പം ഉള്ളൊരു മേജർ ലാക്ക് എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ ഒരു വർക്ക് ഗ്ലോബലി ഇപ്പം ഒരു വർക്ക് ഇവിടെ ബാംഗ്ലൂരിലേക്ക് ഔട്ട്സോഴ്സ് ചെയ്യുമ്പോൾ, ഇപ്പോൾ കേരളത്തിൽ എന്തുകൊണ്ട് ഒരുപാട് ഈ മലയാളി നമ്മളെ അത്രയും ഇൻ്റലക്ച്വൽ സ്കില്ലുള്ള കോമ്പിറ്റൻസി ഉള്ള നമ്മൾ തന്നെയാണ് കുറേ ഗ്ലോബൽ പ്രോജക്റ്റിൽ വർക്ക് ചെയ്യുന്നത്, ബാക്ക് ആൻഡ് സപ്പോർട്ട് ചെയ്യുന്നത്. പക്ഷേ എന്തുകൊണ്ട് അവർക്ക് നമുക്ക് ഫ്രണ്ട് എൻഡിൽ വരാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ, നമ്മളെ ഒരു ഗ്ലോബൽ കൾച്ചറൽ ഒരു എക്കോസിസ്റ്റം ഉണ്ട്, അല്ലെങ്കിൽ നമ്മളൊരു പറയാ ഒരു കോർപ്പറേറ്റ് ഗ്രൂമിംഗ് എന്ന് പറയും. ആ കോർപ്പറേറ്റ് ഗ്രൂമിങ്ങിന് കുറച്ച് എന്താ പറയുക ഒരു കോമ്പിറ്റൻസി സ്കിൽസ് ഉണ്ട്. നമ്മൾ ടെക്നിക്കൽ സ്കിൽസ് നമ്മൾ ബെസ്റ്റ് ഇൻ ദ വേൾഡ്. പക്ഷേ അതിനോടൊപ്പം തന്നെ ഒരു കോർപ്പറേറ്റ് പിച്ച് എങ്ങനെ വേണം, ഒരു കോർപ്പറേറ്റ് ആക്റ്റീവ് ഒരു ഓർഗനൈസേഷന് നമ്മളിപ്പോൾ ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഞാൻ ബാംഗ്ലൂർ പറഞ്ഞു, ഒരു മീറ്റിങ്ങിന് പോയാൽ നമ്മളൊരു 12 എന്ന് പറഞ്ഞാൽ അത് അല്ല ഒരു 1 o'clock പറഞ്ഞാൽ മീറ്റിംഗ് എന്ന് പറഞ്ഞാൽ 2 ഒക്കെ കഴിയുമ്പോൾ അവർ പറയാം സാർ ഇത്തിരി ലേറ്റ് ആവുന്നത്. അപ്പോൾ അവർക്ക് മനസ്സിലാവുന്നില്ല ബാക്കിയുള്ള ഒരു സ്കെഡ്യൂള്. അപ്പം നാച്ചുറലി പറയും ബാംഗ്ലൂർ വേൾഡ് ദ ടെറിഫിക് ട്രാഫിക് ഇൻ ദ ബാംഗ്ലൂർ അങ്ങനെ പറയും.
അപ്പം ദേ നോസ് ദാറ്റ് ഫ്രം ദ ബർത്ത് അവർക്ക് അറിയാം ബാംഗ്ലൂർ ട്രാഫിക് ഇതാണ്. സോ ദേ നീഡ് ടു പ്രിപ്പയർ. അപ്പോൾ അത് വളരെ റെയർ ഒരു ആൾക്കാർ മാത്രമേ എന്ത് ചെയ്യുന്നുള്ളൂ, ആ ഒരു ഗ്ലോബൽ കൺസെപ്റ്റ് അഡോപ്റ്റ് ചെയ്യുന്നുള്ളൂ. അപ്പോൾ അങ്ങനത്തെവർ മാത്രമേ എന്ത് ചെയ്യുന്നുള്ളൂ, സക്സസ് ആവുന്നുള്ളൂ. പക്ഷേ ഒരു മേജർ കമ്മ്യൂണിറ്റി എന്ത് ചെയ്യുന്നു, സൈഡ് ലൈൻ ആവുന്നു. അതിന് 2 റീസണാണ് ഉള്ളത്. ഒന്ന്, നമ്മൾ ആ സെൽഫ് ഇനീഷ്യേറ്റീവ്, ആ ഒരു നമ്മളെ ഓൺ ത്രൈവ് ഇല്ലാത്തത്. രണ്ടാമത്തെ, അതിനൊരു എക്കോ സിസ്റ്റം ഇടാനും ഫെസിലിറ്റേറ്റ് ചെയ്യുന്നില്ല ഇന്ത്യയിൽ. കാരണം എഡ്യൂക്കേഷൻ എൻഡ് ഓഫ് ദ ഡേ, സത്യം പറഞ്ഞാൽ ഞാനൊരു പ്രൈവറ്റ് എഡ്യൂക്കേഷൻ്റെ ബെനിഫിഷ്യറിയാണ്. ഖലീൽ സാർ എന്നെ നോക്കുന്നു. അപ്പോൾ വേൾഡിൽ 2 ഇൻഡസ്ട്രി ഞാൻ പേഴ്സണലി പറഞ്ഞാൽ നെവർ ടു ബി പ്രൈവറ്റൈസ് എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ഹെൽത്ത് കെയർ ആണ്, നിങ്ങളെ സെക്കൻഡ് എഡ്യൂക്കേഷനാണ്. കാര്യം ദ മൊമെൻറ്റ് ഇസ് ഗോയിങ് ടു ബി പ്രൈവറ്റൈസ്ഡ്, അതിൻ്റെ എല്ലാ അസറ്റും അതിൻ്റെ ഒരു നമ്മളെ എന്താ പറയുക, മലയാളത്തിൽ അസത്ത് അല്ലെങ്കിൽ അതിൻ്റെ ആ ഒരു ക്രീം പാർട്ട് മിസ്സാവുക. ബിക്കോസ് അത് വേറൊരു ഒബ്ജക്റ്റീവിലേക്ക് മൂവ് ചെയ്യുക. അപ്പം ഞങ്ങൾ തന്നെ ഇപ്പോൾ ഒരു ഒരു 5 ഇയേഴ്സിൻ്റെ മേലൊരു പ്രൊജക്റ്റ് നടന്നിട്ട് ഇപ്പോൾ 3 ഇയർ എടുത്തു ഒരു സിംഗിൾ പ്രൊജക്റ്റ് ലോഞ്ച് ചെയ്യാൻ. അത്രയും ടൈം എടുക്കുന്നത് നമ്മളൊരു ക്വാളിറ്റി, ഒരു റിസൾട്ട് മാത്രം ഫോക്കസ് ചെയ്യുകയാണ്. അപ്പം എൻ്റെ ഒരു സജഷൻ എല്ലാവരോടും, നമ്മളിപ്പോൾ ഒരു ഗ്ലോബൽ പേസിൽ ഓപ്പറേറ്റ് ചെയ്യണം എന്ന് ഉദ്ദേശിക്കുകയാണെങ്കിൽ വെരി റെയർ, ഇപ്പോൾ നാസർ സാഹിബ് പറഞ്ഞ പോലെ പുള്ളി ഇത്രയും നമ്പർ ഓഫ് കൺട്രി പറഞ്ഞു. അപ്പോൾ അത്ര കൺട്രിയിൽ അസോസിയേറ്റ് ചെയ്യുക, കൊളാബ് ചെയ്യുക, കണക്ട് ചെയ്യുക. നമ്മളൊരു കൈൻഡ് ഓഫ് അഗ്രിഗേറ്റഡ് ബിസിനസ് മോഡലാണ് ഇന്ന് നടക്കുന്നത്. ഇൻഡിവിജ്വലി ഞാനൊരു കമ്പനി തുടങ്ങി നമ്മൾ ഇത്രയും വലിയ ഡെവലപ്പ് ചെയ്ത് ഗ്ലോബലി പ്ലെയർ ആവുന്ന പറഞ്ഞാൽ അത് ടെക്നിക്കലി ഇമ്പോസിബിൾ ഇപ്പോൾ. അപ്പോൾ ആ അഗ്രിഗേറ്റ് ചെയ്യണമെങ്കിൽ നമ്മൾ ലൈക്ക് മൈൻഡഡ് ആൾക്കാരായിരിക്കണം. അപ്പോൾ ഒരു ഗ്ലോബൽ കൾച്ചർ നമുക്ക് വേണം. അപ്പോൾ അതിൻ്റെ ഒരു ഓപ്പർച്യൂണിറ്റി എന്ന് പറഞ്ഞാൽ നമ്മൾ ഗ്ലോബലി ട്രാവൽ ചെയ്യണം. ട്രാവൽ ചെയ്യാനും എന്ത് ചെയ്യണം, നമുക്കൊരു ബേസിക് ലൈൻ വേണം. അപ്പം നമ്മൾ ഇപ്പം ഞങ്ങളിവിടെ ചെയ്യുന്നത്, ഇപ്പം നിങ്ങൾക്ക് UK പോകണമെങ്കിൽ ഡയറക്റ്റ് വിസ എടുത്തപ്പോൾ കാനഡയിൽ പോവും. അപ്പം അവർ അയൽസോ ഡോക്യുമെൻറ്റ്സോ ഒന്നും പ്രോപ്പർ ആയിരിക്കില്ല. അവർക്ക് ഒരു മിഷൻ, എന്താണ് എൻ്റെ ഒബ്ജക്റ്റീവ്, അല്ലെ ക്ലിയർ ഗോളൊന്നും ഉണ്ടാവില്ല. അപ്പോൾ അവിടെ എത്തി എമിഗ്രേഷൻ 2 ക്വസ്റ്റ്യൻ ചോദിച്ചാൽ, കാര്യം എനിക്ക് സ്വന്തമായിട്ട് ഞങ്ങൾക്കൊരു ബാഴ്സലോണ ഒരു കോളേജുണ്ട് സ്പെയിനിൽ. അപ്പം ഞാനിപ്പം നമ്മൾ അമൽജിനോട് പറഞ്ഞിട്ടുണ്ട് അത്. അപ്പോൾ എന്നോട് എമിഗ്രേഷൻ ഒരു വിസ റിജക്റ്റ് ആയപ്പോൾ ഞങ്ങൾ എംബസിയിൽ ചോദിച്ചു, വാട്ട്സ് ദ റീസൺ ടു ഗെറ്റ് ദ വിസ റിജക്റ്റഡ്, സ്റ്റുഡൻറ്റ് വിസ. അപ്പം എംബസിക്കാരൻ അതിൻ്റെ അവരുടെ റെക്കോർഡഡ് സെഷൻ ഞങ്ങൾക്ക് ഷെയർ ചെയ്തിട്ട് എവിഡൻസ് പറഞ്ഞു. കുട്ടിയോട് അവർ ചോദിച്ചു, വിച്ച് കൺട്രി യു ആർ ഗോയിങ്. ഞാൻ പറയുന്നത് ഇന്ത്യയിൽ നടന്നതാണ്, ഡൽഹിയിൽ നിന്ന്. ഒരു സ്പാനിഷ് എംബസിയിൽ നിന്ന് അവർ ചോദിക്കും. അപ്പം കുട്ടി പറയും, ഐ ഡോണ്ട് നോ വെയർ ഐ നീഡ് ടു ഗോ. അപ്പോൾ ഒരു കുട്ടിക്ക് അറിയില്ല ഏത് കൺട്രിക്കാണ് ഞാൻ പഠിക്കാൻ പോകുന്നതെന്ന് പോലും. അപ്പോൾ ആ കുട്ടി എന്ത് പഠിക്കാൻ പോകുന്നു എന്നുള്ളത് സോ ഫാർ ഫ്രം ദ ഷോർ. അപ്പം നമുക്ക് വേണ്ടിയെന്ന് വെച്ചാൽ നമ്മൾ എന്തിനു പോകുന്നു, എന്ത് ചെയ്യുന്നു എന്നുള്ളൊരു ബെറ്റർ തോട്ട് ഉണ്ടായാൽ ഒരുപാട് നമ്മൾ പിള്ളേരെ ഈ ഗ്ലോബൽ സിറ്റിസൺ ആക്കുക എന്നുള്ളതാണ് നമ്മളെ ഒരു ഒബ്ജക്റ്റീവ്, നമ്മളൊരു ഡ്രീമും. ആൻഡ് വി ഷുഡ് ബി ദാറ്റ്. കാര്യം ഇപ്പം നേരത്തെ നാസർ സാഹിബ് പറഞ്ഞപ്പോൾ നമ്മളൊക്കെ ശരിക്കും എന്തുകൊണ്ടോ ഇവിടെ പിച്ച് ചെയ്യാൻ പറ്റാതെ, ഞാനിപ്പോൾ ദുബായ് ബേസ്ഡാണ്, അവിടെ നമ്മൾ പിച്ച് ചെയ്തിട്ട് ഇപ്പോൾ തിരിച്ച് ഇവിടേക്ക് വരിക നമുക്ക്. കാര്യം ഇവിടെ അത്രയും ടാലൻ്റ് ഉണ്ട്, പൂളുണ്ട്. അപ്പം ആ ടാലൻറ്റിന് ഒത്തിരി സ്ലൈറ്റ്ലി നമ്മളൊന്ന് ഗ്രൂം ചെയ്താൽ, നമ്മളിപ്പോൾ പറയില്ലേ കോർപ്പറേറ്റ് ഗ്രൂമിംഗ് എന്ന് പറഞ്ഞാൽ ആ ഒരു പിക്ചറിൽ നമുക്ക് ചെയ്യാൻ പറ്റുമെങ്കിൽ, ആൻഡ് അത് ഒരു മിഷൻ, ഒരു കമ്പനിയോ, നേരത്തെ ഇവിടെ നമ്മളെ ഫ്രണ്ട് ഉണ്ട് ടോമോ, പുള്ളി പറഞ്ഞു അതുപോലെ ഒരാളെ ഒരു റെസ്പോൺസിബിലിറ്റി അല്ല, ബട്ട് അത് നിങ്ങളും കൂടി ഏറ്റെടുത്ത് കഴിഞ്ഞാൽ ഐ തിങ്ക് റിയലി വി ക്യാൻ മേക്ക് എ ചേഞ്ച്. കാര്യം വേൾഡ് നമുക്ക് കൺട്രോൾ ചെയ്യാം, സബ്ജക്റ്റ് ടു വേൾഡിന് എന്താ ദ നീഡ് ഓഫ് ദ അവർ വേൾഡിൻ്റെ എന്ത് കോമ്പിറ്റൻസിയാണ് വേണ്ടത്, ദാറ്റ് വി ഹാവ് ഇറ്റ്, അതൊന്ന് സ്ലൈറ്റ്ലി മോൾഡ് ചെയ്യണം. ആൻഡ് വൺസ് വി ഗെറ്റ് ഇൻ ടു ദാറ്റ് പേജ്, ഐ തിങ്ക് ദ വേൾഡ് ഈസ് ടുമോറോ ഫോർ അസ് ഇൻ ടാലൻറ്റ് പൂൾ. താങ്ക് യു. അതിൻ്റെ കൂടെ എനിക്കൊരു ആഡ് ഓൺ ക്വസ്റ്റ്യൻ ചോദിക്കാനുള്ളത്, എനിക്ക് തോന്നുന്നത് നമുക്ക് എഡ്യൂക്കേഷൻ ബേസ്, ഇപ്പോൾ എസ്പെഷ്യലി ഹയർ എഡ്യൂക്കേഷൻ, ഇപ്പോൾ നമ്മുടെ ഇപ്പോൾ എസ്പെഷ്യലി കേരളം എടുത്ത് നോക്കുമ്പോൾ നമ്മുടെ ലിറ്ററസി അല്ലെങ്കിൽ നമ്മുടെ പ്രൈമറി എഡ്യൂക്കേഷനിൽ കേരള ഇസ് പെർഫോമിങ് ഗ്രേറ്റ്. പക്ഷേ ഹയർ എഡ്യൂക്കേഷൻ്റെ കാര്യം വരുമ്പോൾ നമ്മളെ പെർഫോമൻസ് അപ് ടു ദ മാർക്ക് ആവുന്നില്ല പലപ്പോഴും. അപ്പോൾ ഒരു ഇത്രയും നമ്മുടെ ഞാൻ ചോദിച്ചൊരു ക്വസ്റ്റ്യൻ്റെ റിപ്പീറ്റേഷൻ ആണെങ്കിലും നമ്മുടെ ഈ ഒരു ഗ്ലോബൽ യൂണിവേഴ്സിറ്റിൻ്റെ എൻഗേജ്മെൻറ്റ് അത് എത്രത്തോളം നമുക്ക് അഫോർഡബിൾ മാനറിൽ നമ്മുടെ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിൽ കൊണ്ടുവരാൻ പറ്റും, അതിന് സാറിൻ്റെ ഒരു എക്സ്പീരിയൻസിൽ എന്താണ് നമുക്കൊരു ബാരിയറായിട്ട് നിൽക്കുന്നത്? ഇൻ ദ സെൻസ് പോളിസി റെഗുലേഷൻസിൻ്റെ ഇഷ്യൂസ് ആണോ, അല്ലെങ്കിൽ ആക്സെപ്റ്റൻസിൻ്റെ ഇഷ്യൂസ് ആണോ? അപ്പോൾ എന്താണ് നമുക്ക് ആ ഒരു ഗ്ലോബൽ സ്റ്റാൻഡേർഡ് എന്താ പറയുക, നമ്മുടെ റൂട്ടിലേക്ക് കൊണ്ടുവരാൻ പറ്റാത്തതിൻ്റെ ഒരു കാരണം എന്താണ് പലപ്പോഴും? പേഴ്സണലി എനിക്ക് തോന്നുന്നു, നിങ്ങളിപ്പം പറഞ്ഞ ആ ഗ്ലോബലൈസ്ഡ് കൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ, നമ്മളിപ്പോൾ ഒരു മൂവി, നമ്മളിപ്പോൾ വെർച്വൽ റിയാലിറ്റി, നമ്മൾ AI-ലൊക്കെ നിൽക്കുന്ന വെർച്വൽ ഈസ് വെർച്വൽ. അപ്പോൾ റിയലി നമ്മളൊരു കൺട്രിയിൽ ഇപ്പോൾ ലണ്ടൻ സ്ട്രീറ്റിൽ നമ്മളിപ്പം പോകുമ്പം ഉള്ള എക്സ്പീരിയൻസ് ഒരിക്കലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഇവിടെ ഫിസിക്കലി കിട്ടില്ല. അപ്പം എൻ്റെ ഒരു അഭിപ്രായം എന്ന് വെച്ചാൽ, നമുക്ക് മാക്സിമം ആൾക്കാർ എന്ത് ചെയ്യുക, ഗ്ലോബലി ട്രാവൽ ചെയ്യുക. ഇപ്പോൾ നാസർ സാഹിബ് പറയുമ്പോൾ നാളെ ഇപ്പം പുള്ളിക്ക് പറയുകയാണ്, ദർ ഇസ് ആൻ ഓപ്പർച്യൂണിറ്റി ഐ ഡോണ്ട് നോ ഇൻ ഫിൻലാൻഡ്, യു ക്യാൻ ജസ്റ്റ് ടേക്ക് എ ടിക്കറ്റ്, നേരെ ഫ്ലൈ ചെയ്യും. ഇപ്പം നമുക്ക് ഒരുപാട് ടെക് ഫെസിലിറ്റീസ് ഉണ്ട്.
ഗൂഗിള്, ഫുഡ്, റെസ്റ്റോറൻറ്റ്, ഹോട്ടൽ, ട്രാവൽ എല്ലാം നമുക്ക് ഒരു ഫിംഗർ ടിപ്പിൽ കിട്ടും. പക്ഷേ അതിനൊരു ബേസിക് ഒരു മൗൾഡ് ചെയ്യണം നമ്മളെ. അപ്പോൾ അതിന് നമുക്കാകെ ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഞങ്ങൾ ഇപ്പോൾ ഒരു ഫെസിലിറ്റേറ്റ് ചെയ്യുന്ന ഒരു പ്ലാൻ, നേരത്തെ ചോദിച്ചതിന് ആൻസർ, നമുക്ക് അഫോർഡബിലിറ്റി ഒരു കൺസേണാണ്. അപ്പോൾ നമ്മൾക്ക് ഇപ്പോൾ എന്ത് ചെയ്യാമെന്ന് വെച്ചാൽ, ഞങ്ങളിപ്പോൾ ഒരു ബ്രിട്ടീഷ് യൂണിവേഴ്സിറ്റി അല്ലെങ്കിൽ ബക്കിംഗ്ഹാംഷെയർ യൂണിവേഴ്സിറ്റി ഞങ്ങൾ പാർട്ട്ണർ അവർ അസോസിയേറ്റ് ചെയ്തിട്ട് ഇവിടെ ഇപ്പോൾ ബാംഗ്ലൂർ ക്യാമ്പസിലാണ് ലൈക്ക് 15,000 pounds, ലൈക്ക് ഇറ്റ്സ് ഓൾമോസ്റ്റ് 17 lakh rupees പെർ ഇയർ ട്യൂഷൻ ഫീ ഉള്ള ഓൾമോസ്റ്റ് 4 lakh plus ആണ് നമ്മളിപ്പോൾ ഇവിടെ ചാർജ് ചെയ്യുന്നത്. അങ്ങനെ ലെസ് ദാൻ ഹാഫ് ഓഫ് ദ പ്രൈസ്. ഒരു ഫസ്റ്റ് 1 year അല്ലെങ്കിൽ 2 year ഇവിടെ പഠിച്ച് സെക്കൻഡ് ഇയർ അവർ കുട്ടി യൂറോപ്പിലോ UK മൾട്ടിപ്പിൾ കൺട്രിയിലേക്ക് പോകുക എന്നുള്ളത്. ഇത് ഞാനൊരു ബിസിനസ് ലോജിക്ക് പറയല്ല. നമ്മൾ മാക്സിമം എന്നോട് ചോദിച്ചാൽ ഒരാൾ ഏറ്റവും വലിയ അയാൾ വെർത്ത് എന്ന് പറഞ്ഞാൽ ഹൗ മച്ച് ഹി ട്രാവൽ ദ വേൾഡ്, അതാണ്. അപ്പോൾ അത്രയും ട്രാവൽ ചെയ്യുമ്പോൾ നമുക്ക് ഒരുപാട് എക്സ്പീരിയൻസ് കിട്ടും, ഓപ്പർച്യൂണിറ്റി കിട്ടും. ആൻഡ് ദെൻ വൺസ് യു തിങ്ക് അബൌട്ട് ഹൗ ടു സ്റ്റാർട്ട് ഓർ സംതിങ്, അതായിരിക്കും ബെറ്റർ. അപ്പോൾ നമുക്ക് ഈസി ആയിട്ട് എന്തിപ്പം ചെയ്യുമെന്ന് വെച്ചാൽ, നമ്മളെ ഇപ്പം ശരിക്കും പറഞ്ഞാൽ ഇന്ത്യയിൽ ഒരുപാട് ഇങ്ങനത്തെ പ്ലേയേഴ്സ് ഇല്ല. പിന്നെ റെഡിലി ഒരു വെരി പ്രൂവൺ ആയിട്ട് അക്രഡിറ്റഡ് ആയിട്ട് ഒതൻറ്റിഫൈ ചെയ്തിട്ടുള്ള ഗ്ലോബൽ എഡ്യൂക്കേഷൻ പ്രൊവൈഡേഴ്സ് ഇന്ത്യയിലില്ല. പിന്നെ ഒബിയസ്ലി IIM അതൊക്കെ വേറൊരു കാറ്റഗറി, 100% അതും ബെസ്റ്റ് ഇൻ ദ വേൾഡ് കാറ്റഗറിയിലാണ്. ബട്ട് സ്റ്റിൽ അത് എല്ലാവർക്കും അപ്രോച്ചബിൾ അല്ല ഇപ്പോൾ IIM കൺസെപ്റ്റൊക്കെ. അപ്പം അതിൻ്റെ താഴെ മേജർ കമ്മ്യൂണിറ്റി കിടക്കുന്ന മിഡ് എക്കണോമിക് ബാറിലാണ്. അവർക്ക് എഫോർഡബിൾ ആയിട്ടുള്ള ഒരു ഗ്ലോബൽ ഹയർ എഡ്യൂക്കേഷൻ എക്കോസിസ്റ്റമാണ് നമ്മൾ ഡെവലപ്പ് ചെയ്യാൻ നോക്കുന്നത്. അപ്പം അതിലൂടെ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത് നമുക്ക് ജസ്റ്റ് ഫോർ എ മൈഗ്രേഷൻ അല്ലെ മൂവ്മെൻറ്റ് പർപ്പസിൽ എനിക്ക് ജസ്റ്റ് ജർമ്മനി പോകണം, എനിക്ക് UK പോകണം, അല്ലെങ്കിൽ ന്യൂയോർക്ക് പോകണം, എന്നിട്ട് അവിടെ ചില്ല് ചെയ്യണം. ആ ഒരു ലോജിക്ക് മാറ്റിയിട്ട് അവിടുന്ന് എനിക്ക് എങ്ങനെ ഒരു ഗ്ലോബൽ സിറ്റിസൺ ആയിട്ട് എംപവർ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് നമുക്ക് നോക്കേണ്ടത്. അത് ഒബിയസ്ലി നമ്മളതിന് ഒരുപാട്, നമുക്ക് UK ഒരു വേർഡ് ഉണ്ട്, സ്റ്റുഡൻറ്റ് എക്സ്പീരിയൻസ് എന്ന് പറയും. ആ എക്സ്പീരിയൻസ് ഫോക്കസ്ഡ് കുറേ അവിടെ NSS നാഷണൽ സർവേസ് ചെയ്തിട്ട് ആ സർവേ ബേസ് ചെയ്തിട്ട് കുറേ റാങ്കിങ് ഉണ്ട്. അപ്പോൾ നിങ്ങൾ ഏത് യൂണിവേഴ്സിറ്റി പോലും നിങ്ങൾ ഫസ്റ്റ് നോക്കേണ്ടത്, നമ്മൾ ഇപ്പം ഞാനൊരു തമാശ പറയലുണ്ട്, ഞങ്ങൾ ഇപ്പം വെസ്റ്റ് ലണ്ടൻ യൂണിവേഴ്സിറ്റി UK ഒരു റിയലി ഗുഡ് യൂണിവേഴ്സിറ്റിയാണ്. പക്ഷേ അവിടെ മീഡിയ ഞങ്ങൾ പറയാം ഹിന്ദിയാണെന്ന്. കാര്യം അവിടെ നോക്കിയാൽ മെജോറിറ്റി നിങ്ങൾക്ക് ഹൈദരാബാദികൾ മാത്രമേ കാണാൻ പറ്റൂ. അപ്പോൾ പ്രോബ്ലം അങ്ങനെ ഒരു കമ്മ്യൂണിറ്റിക്ക് നമുക്ക് പോയിട്ട് വി വോണ്ട് കെയിൻ എനിത്തിങ്. ഈക്വലി നമ്മൾ എന്ത് ചെയ്യുക, ഗ്ലോബലി ഒരു അലുമിനെ അല്ലെ ഒരു നെറ്റ്വർക്കുള്ള സിസ്റ്റത്തിലേക്ക് നമ്മൾ മാക്സിമം അഡോപ്റ്റ് ചെയ്യാൻ നോക്കുക ആൻഡ് ഗെറ്റ് ദ ബെനിഫിറ്റ്. അതിന് ഈ പറഞ്ഞ എഫോർഡബിളായിട്ട് ഇപ്പം നമ്മളെപ്പോലെ ഞാനിപ്പം ഡൽഹിയിൽ ഒരു ടീമുണ്ട്, ബോംബെയിൽ ഞാൻ കണ്ടിട്ടുണ്ട്, വെരി ഫ്യൂ ക്യാമ്പസ് ഉണ്ട് അവരിവിടെ. പക്ഷേ നമ്മൾ മേക്ക് ഷുവർ ചെയ്യണം അവർ ഓതറൈസ്ഡ് ആണ്, ഒതൻറ്റിഫൈഡ് ആണെന്നുള്ളത്. അതർവൈസ് എന്താണെന്ന് വെച്ചാൽ തേർഡ് ഇയർ നിങ്ങൾ അവിടെ പോകാൻ നോക്കുമ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് ഓഫർ ലെറ്റർ കിട്ടില്ല, അങ്ങനെ കുറച്ച് കൺസേൺ ഒന്ന് അഡ്രസ്സ് ചെയ്യണം. അതർവൈസ് ഇറ്റ്സ് ഗുഡ്. നാസർ സാർ, ഇപ്പം റീസെൻ്റ്ലി കുറച്ച് കാലമായിട്ട് നടന്നൊരു ഡിബേറ്റ്സ് ആണ്. പലപ്പോഴും ഇന്ത്യയിലെ ടോപ്പ് സോക്കോൾഡ് ടോപ്പ് എന്താ പറയുക ടോപ്പ് എൻ്റർപ്രനേഴ്സ് പറഞ്ഞൊരു കാര്യമുണ്ട്, നമ്മുടെ വർക്ക് ലൈഫ് ബാലൻസിൻ്റെ ഒരു ഇഷ്യൂ. അതായത് ഇത്ര ഹവർ വർക്ക് ചെയ്യണം, അല്ലെങ്കിൽ സാറ്റർഡേയ്സും നമ്പർ ഓഫ് ഹവേഴ്സിന് പ്രയോറിറ്റി കൊടുക്കണം എന്ന് പറയുന്നൊരു എന്താ പറയുക, അങ്ങനൊരു സിസ്റ്റം, അങ്ങനെ ചിന്താഗതിയുള്ള ഒരു ടോപ്പ് ഓണ്ടർപ്രണേഴ്സ് ഉണ്ട് പലപ്പോഴും. അപ്പോൾ എന്താണ് ഒരു വർക്കിംഗ് ഹവറിനാണോ പ്രയോറിറ്റീസ്, അല്ലെങ്കിൽ പ്രൊഡക്ടിവിറ്റിക്കാണോ നമ്മൾ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത്? കാരണം എനിക്കൊന്ന് എനിക്ക് പേഴ്സണൽ എക്സ്പീരിയൻസ്, എൻ്റെ ഒരു ഏജിലെ യൂത്തിലെ പല ആൾക്കാരും ഈ ഒരു ഒപ്പീനിയൻ കേട്ടപ്പോൾ അവർക്കൊരു നെഗറ്റീവായിട്ടും ഫീൽ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ ഒരു എന്താ പറയുക ബിസിനസ് മാർക്കറ്റ് ഈ പ്രൊഡക്ടിവിറ്റിയിലുപരി ഈ വർക്കിംഗ് ഹവറിൽ ഇമ്പോർട്ടൻസ് കൊടുത്തു തുടങ്ങി, അങ്ങനെ ഒരു ട്രെൻഡ് വന്നിട്ടുണ്ടോ? ഇത് നമ്മളൊരു എന്താ പറയുക ഒരു കോൺസെപ്റ്റാണ്. നമുക്കെന്താ വെച്ചാൽ വർക്കിംഗ് അവേഴ്സിലൊരു കാര്യമില്ല. എത്ര മണിക്കൂർ നിങ്ങൾ വർക്ക് ചെയ്യുന്നോ ഓഫീസിലിരിക്കുന്നതിൽ കാര്യമില്ല, എത്ര മണിക്കൂർ നിങ്ങൾക്ക് പ്രൊഡക്ടിവിറ്റി കിട്ടും എന്നുള്ളതാണ് കാര്യം. ഒരു 6 മണിക്കൂറിൽ കൂടുതൽ ഒരാൾക്ക് ശരാശരി മനുഷ്യന് പ്രൊഡക്ടിവിറ്റി ഉണ്ടാവില്ല. ഞാനൊക്കെ ഇന്നും ഒരു 16 മണിക്കൂർ വർക്ക് ചെയ്യുന്ന ആളാണ്. ഞാനത് പാഷനേറ്റ് ആയിട്ട് വർക്ക് ചെയ്യുന്നതാണ്. അപ്പോൾ ആ പാഷനേറ്റ് എന്ന് പറഞ്ഞ കാര്യമുണ്ട്. അപ്പോൾ നമ്മൾ ഏത് ജോലി ചെയ്യുന്നോ, അധ്യാപകനാവാം, അല്ലെങ്കിൽ നമുക്ക് ഡോക്ടറാവാം, നമുക്ക് ഇപ്പോൾ ലോജിസ്റ്റീഷ്യൻ ആവാം, ഒരു ബിസിനസ്മാൻ ആവാം, ഏത് കാര്യം ചെയ്യുന്നുണ്ടോ നമ്മത് പാഷനേറ്റ് എടുത്താൽ സമയം നമുക്കൊരു പ്രശ്നമേ അല്ല. അപ്പോൾ സമയം നമുക്ക് പ്രശ്നമാവുന്ന എപ്പോഴാണ് നമുക്ക് ആ ചെയ്യുന്ന ജോലി നമുക്ക് താല്പര്യമില്ലാത്തൊരു ജോലി, അല്ലെങ്കിൽ നമുക്കൊരു ഫോസിബിളായിട്ട് ചെയ്യുന്ന ജോലി ആകുമ്പോഴാണ് അതിൽ പ്രശ്നം വരിക. നിങ്ങൾക്ക് ഇഷ്ടമുള്ള താല്പര്യമുള്ള ഒരു ജോലി നിങ്ങൾക്ക് ചെയ്യുകയാണെങ്കിൽ സമയം നിങ്ങൾക്ക് പ്രശ്നമേ അല്ല. നിങ്ങളെ എംപ്ലോയർ അല്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളെ എംപ്ലോയർ നിങ്ങളോട് 10 മണിക്കൂർ 8 മണിക്കൂർ വർക്ക് ചെയ്യാൻ പറഞ്ഞാൽ നിങ്ങൾ ചിലപ്പോൾ 10 മണിക്കൂർ എക്സ്ട്രാ വർക്ക് ചെയ്യും. ആ എക്സ്ട്രാ വർക്കിംഗ് ആണ് നിങ്ങളെ മോൾഡ് ചെയ്യുന്നത്. എൻ്റെ ഒരു കാഴ്ചപ്പാട് അതാണ്. കാരണം വെച്ചാൽ എത്രമാത്രം നമ്മൾ സിൻസിയറായിട്ട് പാഷനേറ്റ് ആയിട്ട്, അതാണ് നമ്മൾ താല്പര്യം വേണം. നമ്മൾ ഒരിക്കലും കുട്ടികളെ നമ്മൾ പറയും
നിർബന്ധപൂർവ്വം ഒരു കാര്യത്തിലോട്ട് വിടരുത്. അവർക്ക് താല്പര്യമുള്ള കാര്യത്തിലോട്ട് അവർ വിട്ടാലേ അവർക്ക് താല്പര്യപൂർവ്വം അത് വർക്ക് ചെയ്യൂ. അപ്പോൾ നമ്മൾ നിർബന്ധമായിട്ട് അപ്പോൾ സമയം ഇപ്പോൾ ഒന്ന് കൂടുതൽ ഒരു 8 മണിക്കൂറോ 10 മണിക്കൂറോ വർക്ക് ചെയ്തിട്ട് അല്ലെങ്കിൽ വർക്ക് അറ്റ് ഹോം ഓപ്ഷൻ ഞങ്ങളിപ്പോൾ കോവിഡിൻ്റെ ശേഷമാണ് നമ്മൾ ഈ റിമോട്ട് വർക്കിംഗ് സാധനം നമുക്കൊക്കെ പരിചിതമായത്. ഇപ്പോൾ നേരത്തെ നമ്മൾ ഡിസ്കസ് ചെയ്ത പോലെ ബാംഗ്ലൂരൊക്കെ ഇഷ്ടംപോലെ BPOs ഉണ്ട്. ബാംഗ്ലൂരിൻ്റെ വളർച്ച എന്താണ് ഈ BPOs ആണ്. BPO എന്താണ്? അമേരിക്കയിലുള്ള ഒരു കമ്പനിയുടെ വർക്ക് നമ്മളെ നാട്ടിലിരുന്ന് നമ്മളെ ആളുകൾ ചെയ്തു കൊടുക്കുകയാണ്. അവർക്ക് കോസ്റ്റ് എഫക്റ്റീവായി ചെയ്തു കൊടുക്കാം. അപ്പോൾ എത്ര മണിക്കൂർ വർക്ക് ചെയ്യുന്നുണ്ട്, ഇഷ്ടം പോലെ സമയം. അപ്പോൾ അത് വളരെ എഫക്റ്റീവായിട്ട് റിമോട്ടിൽ നമുക്ക് വർക്ക് ചെയ്യാം. അപ്പോൾ വർക്ക് അറ്റ് ഹോം ഓപ്ഷൻ ഇപ്പോൾ ആയി. അത് രണ്ടുണ്ട്. വർക്ക് ഫോർ ഹോം ചെയ്യുന്ന ആൾക്കാരുമുണ്ട്, വർക്ക് അറ്റ് ഹോമും ഉണ്ട്. വർക്ക് ഫോർ ഹോം ചെയ്യുന്ന ആൾക്കാരാണത് താല്പര്യമില്ല, പാഷനേറ്റ് അല്ല. അപ്പോൾ നമുക്ക് വളരണമോ അതിൽ ഈ നമ്മളെ തൊഴിലിടത്തിൽ അല്ലെങ്കിൽ നമ്മളെ എംപ്ലോയർ 8 മണിക്കൂർ വർക്ക് ചെയ്യാൻ പറഞ്ഞു, അതിലൊന്നും കാര്യമില്ല. നിങ്ങൾക്ക് എത്രമാത്രം കൂടുതൽ ആത്മാർത്ഥമായി പാഷനേറ്റ് ആയിട്ട്, ആ പാഷൻ എന്ന വാക്ക് നിർബന്ധമാണ്. നിങ്ങൾക്ക് എത്രമാത്രം താല്പര്യമുണ്ടോ ചെയ്യുന്നതിൽ, അതാണ് അതിൻ്റെ ഏറ്റവും രസകരമായ സാധനം. ഞാനൊക്കെ ഇപ്പോഴും ഞാൻ പറഞ്ഞ മാതിരി ആരും നിർബന്ധിച്ചിട്ടല്ല, വെറുതെ ഇരിക്കാം അല്ലെങ്കിൽ വർക്ക് ചെയ്യാതിരിക്കാം. പക്ഷേ ആ വർക്ക് ചെയ്യുന്നത് നമ്മളൊരു പാഷനാണ്. പുതിയ പുതിയ കാര്യങ്ങൾ കണ്ടെത്തുക. ഞങ്ങൾ ജോബിൽ പറയും ഈച്ച് ജോബ് ഈസ് എ ന്യൂ ജോബ്. ഞങ്ങൾക്ക് പുതിയൊരു പ്രൊജക്റ്റ് കിട്ടുമ്പോഴോ ഈച്ച് ജോബ് ഈസ് എ ന്യൂ ജോബ്. ഓരോരോ ജോലിയും പുതിയ ജോലിയാണ്. ഓരോരോ ജോലിയിൽ നിന്നും നമുക്ക് കുറേ കാര്യങ്ങൾ പഠിക്കാൻ ശ്രമിക്കുകയാണ്. ഇപ്പം ഞാൻ ഡോക്ടറെ കണ്ടു, നിസാർ ഭായിനെ കണ്ടു. ഇവരെല്ലാവരോടും സംസാരിക്കുമ്പോൾ നമുക്ക് കുറേ കാര്യങ്ങൾ നമുക്ക് പഠിക്കാൻ പറ്റുന്നുണ്ട്. അവരെ കാര്യങ്ങൾ, അവരെ കോൺസെപ്റ്റ് നമുക്ക് സംസാരിക്കുമ്പോൾ നമ്മൾ ഐഡിയാസ് കിട്ടും. അപ്പോൾ നമ്മൾ സമയം ഒരു പ്രശ്നമേ അല്ല. സമയം നമുക്ക് എത്രമാത്രം നമ്മൾ ഇൻട്രസ്റ്റ് ആയിട്ട് അതിൽ വർക്ക് ചെയ്യുന്നു, അല്ലെങ്കിൽ നമ്മളെ താല്പര്യമാണ് ചെയ്യുന്ന ജോലിക്ക് അതിലുള്ളൂ. അല്ലാണ്ട് കൂടുതൽ മണിക്കൂർ ഒരാളെ പുഷ് ചെയ്ത് വർക്ക് ചെയ്തതിനോട് എനിക്ക് അഭിപ്രായമില്ല. ഞങ്ങളെ ഓഫീസിൽ ഞങ്ങളെ ലോജിസ്റ്റീഷ്യൻസ് എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് റെസ്റ്റ് ഇല്ല എന്ന് പറയും. നാട്ടിൽ പോയാലും വർക്ക് ചെയ്യുന്ന ആൾക്കാരുണ്ട്. ഞാൻ തുടങ്ങിയതിന് ശേഷം ഇന്നുവരെ ഹോളിഡേ എടുത്തിട്ടില്ല. ഫാമിലിയുടെ കൂടെ പോകുമ്പോഴും നമ്മൾ വർക്ക് ചെയ്യും. വൈഫ് പറയും 12 മണി കഴിഞ്ഞാൽ റൂമിൽ ജാമർ വെക്കും, ഇനി മെയിൽ നോക്കാൻ പാടില്ല അല്ലെങ്കിൽ മെയിൽ അയക്കാൻ പാടില്ല എന്ന് പറയും. പക്ഷേ നമ്മളത് ഒരു ഇൻട്രസ്റ്റാണ്. അപ്പോൾ ആ ഇൻട്രസ്റ്റോടുകൂടി നമ്മളെല്ലാവരും ജോലി ചെയ്താൽ ഇതൊരു വർക്കിംഗ് ഹവേഴ്സ് എന്ന് പറഞ്ഞൊരു പ്രശ്നമേ ഉണ്ടാവില്ല. നമ്മളെല്ലാവരും എന്തിനാണ് ജോലി ചെയ്യുന്നത്? നമുക്ക് സമ്പാദിക്കണം. അതുപോലെ തന്നെ നമുക്ക് വളരാൻ ഇഷ്ടം പോലെ ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. അപ്പോൾ നമ്മളെല്ലാവരും വളരെ പാഷനേറ്റ് ആയിട്ട് ആ വർക്ക് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും വളരാനുള്ള സാഹചര്യങ്ങളുണ്ട്. അപ്പോൾ ഇതിവിടെ പറയാതിരിക്കാൻ പറ്റില്ല. ഇപ്പോൾ പെരിന്തൽമണ്ണയിലാണ് ഈ സ്കെയിലപ്പ് നടക്കുന്നത്. പെരിന്തൽമണ്ണ മലപ്പുറം ജില്ലയിലാണ്. മലപ്പുറം ജില്ല എപ്പോഴും നമ്മൾ പിന്നോട്ടുള്ള ഗ്രാമം അല്ലെങ്കിൽ മലപ്പുറം ജില്ല ബാക്ക്വേർഡ് ഡിസ്ട്രിക്റ്റാന്ന് പറയും. പക്ഷേ ഞാൻ കണ്ടുകൊടുത്തോളം മലപ്പുറം ജില്ലയാണ് മലപ്പുറം ജില്ലയിലെ ഉള്ള വലിയ ഡെൻസിറ്റി, ഏറ്റവും കൂടുതൽ പോപ്പുലേഷൻ, ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ള നാടായിട്ട് പോലും എല്ലാ ടോപ്പ് കാര്യങ്ങൾ നടക്കുന്നതും ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റ് കുറവാണ്. എന്നാൽ ഏറ്റവും നല്ല കാര്യങ്ങൾ നടക്കുന്നത് മലപ്പുറത്താണ്. മലപ്പുറത്തുകാർ എല്ലാ സ്ഥലത്തും വളരെ മുൻപന്തിയിലാണ്. ഇപ്പോൾ സ്കെയിലപ്പ് എന്ന് പറഞ്ഞ പ്രോഗ്രാമിൽ ഇപ്പോൾ ഞാൻ മാറഞ്ചേരി എരമംഗലം എന്നൊരു ഗ്രാമത്തിൽ മലപ്പുറം ജില്ലയിലെ തൃശ്ശൂർ അതിർത്തിയിലുള്ള ഒരാളാണ്. ഞാൻ എന്താ ഇവിടെ ഇരിക്കുന്നത്? ഞാനും നജീബ്ക്കയും കൂടി കുറേ കാലത്തെ ബന്ധം, 2 വർഷത്തെ ബന്ധമേ ഉള്ളൂ. നമ്മളിവിടെ പെരിന്തൽമണ്ണ അക്കാഡമി ഉദ്ഘാടനത്തിന് ഞാൻ അവിടെ വന്നിരുന്നു. ആ സമയത്ത് മൂപ്പിൾ പരിചയപ്പെട്ടു. മൂപ്പിൾ ഞങ്ങൾ അവിടെ ബാക്കെൻഡിൽ വന്നു. അപ്പോൾ മൂപ്പിൾ എന്നിൽ എന്തോ കണ്ടു. മൂപ്പിൾക്ക് ഓക്കെ നാസറിൻ്റെ എന്തോ ഉണ്ട്, അല്ലെങ്കിൽ എനിക്കത് പെരിന്തൽമണ്ണയിലോട്ട് കൊണ്ടുവരണം, അല്ലെങ്കിൽ സ്കെയിലപ്പിലോട്ട് കൊണ്ടുവരണം എന്ന് പറഞ്ഞ രീതിയിൽ മൂപ്പിൾ നിർബന്ധിച്ചു. ഞങ്ങളിവിടെ വന്നു. ഞങ്ങളിപ്പോൾ സ്കെയിലപ്പിൻ്റെ പ്രോഗ്രാം വന്നപ്പോഴും ഞങ്ങളായാൽ എനിക്കറിയുന്ന കാര്യങ്ങൾ ഞാൻ പറഞ്ഞു. അപ്പോൾ അത് വളരെ ഒരു ചെറിയ കാര്യമല്ല. അപ്പോൾ നമുക്ക് എവിടെയും ഏത് ഗ്രാമത്തിലിരുന്നും എവിടെയും ചെയ്യാൻ ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. അപ്പോൾ ആരും സമയം നമ്മളെ യുവാക്കൾ അല്ലെങ്കിൽ യുവതലമുറ ഒരിക്കലും സമയം നോക്കി ഒരിക്കലും വർക്ക് ചെയ്യരുത്. നിങ്ങൾക്ക് വളരണമോ, നിങ്ങൾക്ക് വിജയിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങളത് വളരെ പാഷനേറ്റ് എടുക്കുക, വർക്ക് ചെയ്യുക. അത് ടൈം ഒരു പ്രശ്നമേ അല്ല. അത് 5 മണിക്കൂർ കൊണ്ട് വർക്ക് ചെയ്യാം, 2 മണിക്കൂർ കൊണ്ട് വർക്ക് ചെയ്യാം, 10 മണിക്കൂർ കൊണ്ട് വർക്ക് ചെയ്യാം. സാർ, അതിനോടൊരു ആഡ് ഓൺ ആയിട്ടൊരു ക്വസ്റ്റ്യൻ കൂടി. പലപ്പോഴും നമ്മുടെ ബിസിനസ്സിൻ്റെ ഒരു ലോങ് ടേം സസ്റ്റൈനബിലിറ്റി ഗോളും അതുപോലെ തന്നെ ഇൻവെസ്റ്റർ എക്സ്പെക്റ്റേഷനും, അതിൻ്റെ ഒരു ബാലൻസ് എങ്ങനെ നമുക്ക് സ്ട്രൈവ് ചെയ്യാം? അതായത് കാരണം ഒരു പുതിയ സ്റ്റാർട്ടപ്പ് തുടങ്ങുന്ന സമയത്ത് ഇത് നമുക്ക് ലോങ് ടേം സസ്റ്റൈനബിൾ എപ്പോഴും നമ്മൾ മൈൻഡിൽ കാണേണ്ട ഒരു കാര്യമാണ്. അല്ലെങ്കിൽ നമുക്ക് ഇന്ന് ഒരു ഹൈലി ഒരു പെട്ടെന്നൊരു പ്രോഫിറ്റ് കിട്ടുന്നുള്ളതുപരി ഒരു ബിസിനസ് എപ്പോഴും സക്സസ് ആവണമെങ്കിൽ ഒരു സസ്റ്റെയിൻ ഗ്രോത്ത് വേണം. അതെങ്ങനെ ആസ് എ സ്റ്റാർട്ടപ്പ് അല്ലെങ്കിൽ ഒരു യങ് ഓണ്ടർപ്രണർ തുടങ്ങുമ്പോൾ എന്തൊക്കെയാണ് അതിന് പ്രയോറിറ്റീസ് കൊടുക്കേണ്ടത്? ഞാൻ ആദ്യം നേരത്തെ പറഞ്ഞതുപോലെ നിർബന്ധമായിട്ട് എന്താണ് നിങ്ങൾ ചെയ്യുന്നതിനെക്കുറിച്ച് നിങ്ങൾ വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് വളരെ പഠിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ റിസർച്ച് നടത്തണം. ഒരു കാര്യം ചെയ്യുമ്പോൾ അതിൻ്റെ റിസർച്ച് നടത്തണം. അപ്പോൾ ഞാൻ റിസർച്ച് നടത്തണം. അപ്പോൾ ഞാൻ ഇപ്പോൾ ഒരു സാത്മിയ എന്ന് പറഞ്ഞൊരു വെൽനസ് ഒരു പ്രൊജക്റ്റ് വരുന്നുണ്ട്. അതിൽ നമ്മൾ സാത്മിയ പ്രൊഡക്ട്സ് ഇറക്കുന്നുണ്ട്. അപ്പോൾ ഇന്ന് ഞാൻ വന്നപ്പോൾ കരിക്ക് എന്ന് പറഞ്ഞ് നമ്മളെ നദീം സഫ്രാൻ ചെയ്യുന്ന ഇത് കണ്ടു. അപ്പോൾ ഞങ്ങൾ ഇന്തോനേഷ്യയിലും നമ്മൾ തായ്ലൻഡിലൊക്കെ പോയി കഴിഞ്ഞാൽ നമ്മൾ തെങ്ങിൽ നിന്ന് നമുക്കിവിടെ വളരെ സുലഭമായിട്ടുള്ള ഒരു മരമാണ് തെങ്ങ്. അതിൽ നിന്ന് ഇഷ്ടം പോലെ വിഭവങ്ങൾ 1000ഓളം പ്രൊഡക്ട്സ്
1000-ഓളം പ്രൊഡക്ട്സ് നമ്മൾ വിശ്വസിക്കില്ല അതിൽ നിന്ന് ഉണ്ടാക്കാൻ പറ്റും. അതുപോലെ നമ്മൾ എന്ത് കാര്യം ചെയ്യുന്നു, അപ്പോൾ ഞാൻ ഇപ്പോൾ ഇതിനോടനുബന്ധമായി കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ 2-3 സയൻറ്റിസ്റ്റ് ഉണ്ട്, ഇവരെ സയൻറ്റിസ്റ്റുകളെ കണ്ടു, അവരെ കെമിസ്റ്റിനെ കണ്ടു, അതിനെക്കുറിച്ച് പഠിക്കാനുള്ള. അപ്പോൾ ഏത് കാര്യം നിങ്ങൾ ചെയ്യണോ, ഉടനടി ഒരു സ്റ്റാർട്ടപ്പിനും ലാഭം ഉണ്ടാവില്ല. നിങ്ങൾക്ക് ലോങ് ടേം വിഷൻ നിർബന്ധമായി വേണം. അതിൻ്റെ ആ വിഷൻ നമുക്ക് അച്ചീവ് ചെയ്യാനുള്ള നിർബന്ധമായിട്ട് നമ്മൾ എന്ത് ചെയ്യണം, അതിൻ്റെ ബാക്കിൽ പിടിക്കണം, അതിൽ നന്നായി പഠിക്കുക. ആ ലോങ് ടേം വിഷനിൽ ഷുവർലി നിങ്ങളെ എഫേർട്ടിലെടുത്താൽ അതിൻ്റെ റവന്യൂ ലാഭം നിങ്ങൾ നോക്കിയപ്പോൾ ഒന്നും ചെയ്യേണ്ട. നിങ്ങൾ നന്നായിട്ട് അത് ഹാർഡ് വർക്ക് ചെയ്താൽ ലാഭം, the profit will come, no doubt on it. I think time is getting up, so I'll make it short.